ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ഇടയിൽ സംസാരിക്കാതിരിക്കുക. ഞാനിവിടുന്ന് മ്യൂട്ട് ചെയ്യുമ്പം മ്യൂട്ട് മാറ്റാതിരിക്കുക. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ചിലപ്പോൾ നമ്മളിതെല്ലാം ഞാൻ പറഞ്ഞാൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമുക്ക് പരസ്പരം സംസാരിക്കാനുള്ള ടൈം കുറവാണ്. കൂടുതലും നമ്മൾ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് സഹകരിക്കുക. കൂട്ടായ്മയാണ്, മറക്കരുത്. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. കർത്താവ് നമ്മളെ സകല കാര്യത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. ഓരോ ദിവസവും കർത്താവിൻ്റെ കൃപയുടെ മറവിലാണ് കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയിലാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിലാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് സന്തോഷമാണോ അല്ലയോ? സന്തോഷമാണോ അല്ലയോ? ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥന പലപ്പോഴും ഞാൻ പല ആൾക്കാർക്കും, എനിക്കറിയാവുന്ന ആൾക്കാർക്കും ഒക്കെ ഞാൻ ഈ ലിങ്ക് കൊടുക്കാറുണ്ട്. ഇത് ഞാൻ ഇവിടെ ഇരുന്ന് സുവിശേഷം പറയുന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി ഇവിടെയുണ്ട്. ഞാൻ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കും. പലപ്പോഴും ചില ആൾക്കാർ ഓർക്കും, നിഖിലല്ലേ, അല്ലെങ്കിൽ നിഖിൽ ബ്രദർ അല്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പലപ്പോഴും ഇവിടെ പറയാറുണ്ട്, ഞാനെന്ന വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും നോക്കരുത്. കർത്താവ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ അവസ്ഥകൾ മാറും, നിങ്ങളുടെ സ്ഥിതികൾ മാറും. നിങ്ങൾ മുമ്പിലത്തെ പോലെ ആകത്തില്ല. കർത്താവ് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. എനിക്കറിയാം, തുടർമാനമായിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവർ എനിക്കറിയാം. സൂമിലായിക്കോട്ടെ, ഇതിന് ഈ തക്ക സമയത്ത് ചേരാൻ പറ്റാത്തവരുണ്ട്. പക്ഷെ അവർ യൂട്യൂബിൽ കാണുന്നവരുണ്ട്, മുടങ്ങാതെ കാണുന്നവരുണ്ട്. ഇന്നും ഞാൻ അത്ഭുതകരമായ ഞാൻ നിങ്ങളുടെ എല്ലാ പ്രയർ റിക്വസ്റ്റുകൾ കുറേ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, നമുക്കെല്ലാം പരിമിതിയുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ കൊണ്ട്, വലിയ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം, അസ്ഥിക്കകത്ത് വേദനയുള്ള ആളുകൾ, നടുവിന് വേദനയുള്ള ആളുകൾ, വർഷങ്ങളായിട്ട് രോഗത്തിലായിരിക്കുന്നവരൊക്കെയും തന്നെ പ്രാർത്ഥിച്ചു. ആ വചനം കേട്ടിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ഒത്തിരി രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടു. എനിക്കെല്ലാം ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ടാണ്. കാരണം എല്ലാം അത് മൊത്തം ഡൗൺലോഡ് ചെയ്ത് ഇവിടെ കേൾപ്പിക്കണം. അല്ലാതെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സൗണ്ട് ഒന്നും ക്ലിയർ ആകത്തില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതിൻ്റെ സമയം ലഭിക്കാത്തത് കൊണ്ടാണ്. ഞാനത് കേട്ടു. എങ്കിലും നിങ്ങൾ മാക്സിമം എനിക്ക് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരിട്ട് വന്ന് സാക്ഷ്യങ്ങൾ പറയുവാൻ ശ്രമിക്കുക. എന്നെ യൂട്യൂബിൽ കേൾക്കുന്നവരാണെങ്കിൽ മാസത്തിൽ വന്ന് ഇനി നിങ്ങൾ ജോലി തിരക്കുകൊണ്ട് സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ അതിനു വേണ്ടി തന്നെ ഒരു ദിവസം അവധി എടുക്കുക. ദൈവനാമത്തിന് വേണ്ടിയല്ലേ. ഞാൻ പറയുന്നതിലുമൊക്കെ നല്ല എഫക്റ്റാണ് നിങ്ങൾ നേരിട്ട് വന്ന് പറഞ്ഞ കാര്യം. നിങ്ങൾ അനുഭവിച്ചവരാണ് ആ വേദനയുടെ കാഠിന്യം. വർഷങ്ങളായി രോഗത്തിലിരിക്കുന്നവർ, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നത്. നിങ്ങൾ ധൈര്യത്തോടെ പറയുക, കർത്താവ് കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കേട്ട കാര്യം ഇതാണ്, നമ്മൾ എങ്ങനെയാണ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ ബൈബിളിലൂടെ ലഭിച്ചു. വെറുതെ വചനം പറയുകയല്ല, വചനത്തെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കേട്ടു. ഇനി അടുത്തത് നമ്മൾ ഇത് ഓരോ സീരീസ് ആയിട്ടൊന്നും പോകുന്നതല്ല. ഞാൻ പലപ്പോഴും പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിടുമെങ്കിലും ഇതൊക്കെ തലതിരിഞ്ഞൊക്കെ പോകാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ലഭിക്കുന്ന വചനത്തിൻ്റെ തുടർമാനം ചിലപ്പോൾ പിന്നീടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. കർത്താവ് എപ്പോൾ ലഭിക്കുന്ന വചനങ്ങളോ ഞാൻ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ആ വചനം ആത്മാവിൽ നിന്നുള്ള വ്യാഖ്യാനം ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് ആശ്വാസവും അനുഗ്രഹവുമായിട്ട് വരുന്നത്. കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിന് വേണ്ടി ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ വെക്കാം. മർക്കോസ് ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. മർക്കോസ് ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ വ്യക്തമായി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്ന ചില വാക്കുകളാണ്. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതലാണ്. കർത്താവ് അവിടെ നിന്നും പുറപ്പെട്ട് തൻ്റെ പിതൃനഗരത്തിൽ ചെന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാർ അനുഗമിച്ചു. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവ എവിടെ നിന്നും ഇവന് കിട്ടിയ ജ്ഞാനവും അവൻ്റെ കൈയാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇവിടെ മുതൽ ശ്രദ്ധിച്ചോണം. യേശു ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നവരുടെ സഹോദരനുമായ തച്ചനല്ലോ. ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃഭവനത്തിലും ചാർച്ചക്കാരുടെ നടുവിലും സ്വന്തം ഭവനത്തിലും എന്ത് ചെയ്യുന്നല്ലാതെ ബഹുമാനം ലഭിക്കുന്നില്ല.
ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തികളൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു വചന ചിന്തയെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾക്ക് തടസ്സം എന്താണ്? ശ്രദ്ധിച്ചു നോക്കിക്കോണം. ദൈവപ്രവൃത്തിയുടെ തടസ്സം എന്താണെന്നുള്ളത് നമ്മളിന്ന് കേൾക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷം, അത് സത്യവേദ പുസ്തകം ആയിക്കോട്ടെ, POC ബൈബിൾ ആയിക്കോട്ടെ, ഏത് ബൈബിൾ ആയിക്കോട്ടെ, ഈ വചനം നിങ്ങൾ തുറന്നു വെച്ചിട്ട് വ്യക്തമായിട്ട് വായിക്കണം. അവിടെ കർത്താവായ യേശു ഇങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യത്തിൽ യേശു ക്രിസ്തു അവിടെ അത്ഭുതം ചെയ്യാതിരുന്നത്, അല്ലെങ്കിൽ വീര്യപ്രവൃത്തികൾ കുറച്ച് ചെയ്തിട്ട് കർത്താവ് നിരാശയോടെ അവിടെ ദൈവപ്രവൃത്തി ചെയ്യാത്തതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. കർത്താവ് അവിടെ പുറപ്പെട്ട് പിതൃ നഗരത്തിൽ ചെന്നു, സ്വന്തം നാട്ടിൽ ചെന്നു. ശബത്തായപ്പോൾ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. 2-ാം വാക്യം മുതൽ, പലരും കേട്ട് വിസ്മയിച്ചു. അവിടെ ആളുകൾ പറയുകയാണ്, ഇവൻ ഇവിടുന്ന് എവിടെ നിന്ന് ഈ ജ്ഞാനവും കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത് എന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങി. അതായത് ഒരു സ്ഥലത്ത് കർത്താവ് ചെല്ലുന്ന സമയത്ത് ആൾക്കാർ കൂടുകയും ഒരു ശമരിയ പട്ടണം തന്നെ ഇളകി വരുന്നത് ബൈബിളിൽ കാണാൻ പറ്റും. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിന്റെ പുറകെ ഓടി നടന്ന് പുരോഹിതന്മാരും ശാസ്ത്രിമാരും പ്രമാണിമാരും ഒക്കെ പുറകെ നടന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു സ്ഥലത്ത് യേശുക്രിസ്തുവിനെ എന്ത് പറയുകയാണ്, ഇത് നമ്മുടെ അവിടെ പറഞ്ഞെങ്കിൽ ശ്രദ്ധിച്ചു നോക്കി, ഞാൻ ആ വചനം അങ്ങോട്ട് പറയാം. ഇത് നമ്മുടെ മറിയയുടെയും മകനും യാക്കോബ്, യോസെ, ശീമോൻ എന്നവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? അപ്പൊ ഈ കർത്താവിനെ അവർ അഡ്രസ് ചെയ്യുകയാണ്, നമുക്കറിയാവുന്ന നമ്മുടെ നാട്ടിലെ യേശു ക്രിസ്തുവാകുന്ന തച്ചനല്ലയോ? യേശു ക്രിസ്തു എന്ന് പറയുന്നില്ല, അവിടെ പറയുകയാണ് നമുക്കറിയാവുന്ന ഒരു വ്യക്തിയല്ലേ? ഞാൻ അങ്ങനെ അങ്ങ് പറയുകയാണ്. അവർ പറഞ്ഞേക്കുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇവ എവിടെ നിന്ന് കിട്ടി? അപ്പൊ അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള പള്ളിപ്രമാണിക്കാർ പറയുകയാണ്, ഇവിടെ നിന്ന് കിട്ടി ഈ സംഭവം. എന്നിട്ട് പറയുകയാണ്, യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃഭവനത്തിലും ചാർച്ചക്കാരും നടക്കും എന്ന് പറഞ്ഞിട്ട് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് താഴെ വരുമ്പം അവിടെ കർത്താവ് പറയുകയാണ്, അവിടെ വലിയ വീര്യപ്രവൃത്തി അവിടെ ചെയ്തില്ല. ഇനി ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ഒരു ദൈവപ്രവൃത്തിയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ വചനം വായിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ ഞാൻ ഈ വാക്യം കണ്ടു, പക്ഷെ എനിക്ക് വലിയ പ്രത്യേകത തോന്നിയില്ല. രണ്ടാമത് ഞാൻ ഈ വാക്യം വായിച്ചു, എനിക്ക് വലിയ പ്രത്യേകത തോന്നിയില്ല. മൂന്നാമത് ഞാൻ ഈ വാക്യം വീണ്ടും തിരിച്ചു വന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വാക്യത്തെ കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ വചനം എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് കർത്താവ് അവിടെ വീര്യപ്രവൃത്തി ചെയ്തില്ല? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്തുകൊണ്ടായിരിക്കും അവിടെ വചനം പറയുന്നത് പോലെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു, പക്ഷെ അത് തുടരുവാൻ കർത്താവ് ആഗ്രഹിച്ചില്ല? ഏതാനും ചില, 5-ാം വാക്യം നോക്കിയാണ്, ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. നമ്മൾ മറ്റു സ്ഥലത്ത് കണ്ടു, രക്തസ്രവക്കാരിയുടെ വിശ്വാസം കണ്ട് യേശു ആശ്ചര്യപ്പെട്ടു, ശതാധിപന്റെ വിശ്വാസം കണ്ട് യേശു ആശ്ചര്യപ്പെട്ടു. അതോടുപോലെ തന്നെ അവരുടെ അവിശ്വാസം കണ്ട് യേശു ആശ്ചര്യപ്പെട്ടു. അവൻ ചുറ്റുമുള്ള ഊരുകളിലേക്ക് ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. ഇവിടെ ശ്രദ്ധിച്ചോണം, അവരുടെ അവിശ്വാസം. ശ്രദ്ധിച്ചോണം, യേശുക്രിസ്തുവിനെ ആശ്ചര്യപ്പെടുത്തിയ വിശ്വാസവുമുണ്ട്, കർത്താവിനെ ആശ്ചര്യപ്പെടുത്തിയ അവിശ്വാസവുമുണ്ട് പലപ്പോഴും. അപ്പൊ നിങ്ങൾ എന്തൊക്കെയും ബ്രദറെ, ഞാനുമായിട്ട് എന്താണ് ഈ വചനത്തിന് ബന്ധം? ഞാനുമായിട്ട് എന്താണ് ഈ വചനത്തിന് ബന്ധം? ശ്രദ്ധിച്ചോണം, നമ്മളുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ, നമ്മളും ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വിശ്വാസത്തെയും അവിശ്വാസത്തെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മളൊക്കെ യൂട്യൂബിലൊക്കെ പലപ്പോഴും ചില വീഡിയോസ് കാണാറുണ്ട്. കർത്താവ് ജനിച്ച ഭവനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൽ ചില വീടുകൾ ഇങ്ങനെ കാണിച്ചു തരാറുണ്ട്. ശരിയോ തെറ്റോ എനിക്കറിയത്തില്ല, ഞാൻ പോയിട്ടില്ല. കർത്താവിന്റെ കല്ലറ പോയി കാണാൻ എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പൊ ചിലരിങ്ങനെ കർത്താവിന്റെ വീട് വരുമ്പോൾ ആ കർത്താവ് ജനിച്ച വീട് നമുക്കറിയത്തില്ല, അവർ പറയുന്നു, അങ്ങനെ പരസ്യം ചെയ്യുന്നു, അതിനുവേണ്ടി ട്രാവൽസിലെ ആൾക്കാർ പോകുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഈ വീട് കാണിക്കുകയും കർത്താവ് ഉപയോഗിച്ച ആ കൽപാത്രങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുന്നു. ലോകത്തിൽ അങ്ങനെ അങ്ങനെ ടൂറിസം പോലെ ചെയ്യുന്നുണ്ട്. ചിലർ അവിടെ പോയിരുന്നുകൊണ്ട് കർത്താവ് കുടിച്ച വെള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട്, പാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അതേ തൊട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഒരിക്കലും ഇവർക്ക് സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ ഒരിക്കലും കർത്താവിനെ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനെ പോലെ ട്രീറ്റ് ചെയ്യരുത്.
നമ്മൾ പലപ്പോഴും യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് 33 വയസ്സുകാരനായ മാംസവും രക്തവും അസ്ഥിയൊക്കെയുള്ള ഒരു വ്യക്തിത്വമായി നാം യേശുവിനെ കാണാറുണ്ടല്ലേ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇസ്രായേലിൽ ജനിച്ച, പുൽത്തൊട്ടിൽ ജനിച്ച് വളർന്ന യേശു ക്രിസ്തുവാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. യഥാർത്ഥത്തിൽ ഫിലിപ്പിയ ലേഖനത്തിൽ വ്യക്തമായി പറഞ്ഞ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്ക പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി, ശ്രദ്ധിച്ചോണം, വേഷത്തിൽ മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് ഈ 33 വയസ്സുള്ള ഒരു മനുഷ്യനായ യേശുവല്ല, സാക്ഷാൽ ദൈവത്തോടുള്ള സമത്വം മുറുക്കെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കുന്ന സാക്ഷാൽ ദൈവപുത്രൻ, സാക്ഷാൽ മശിഹ. പ്രവാചകൻ പറയുന്നു, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ഇത്രയും വിശേഷണങ്ങളുള്ള, എബ്രായ ലേഖനത്തിൽ പറഞ്ഞതുപോലെ സ്വർഗത്തേക്കാൾ ഉന്നതനായ, വിശ്വാസത്തിന്റെ നായകനായ യേശു ക്രിസ്തു. നമ്മുടെ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം, അവർ കേവലം ഒരു മനുഷ്യ കുടുംബത്തിലെ വ്യക്തിയെ പോലെ പരിചയപ്പെടുക. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും വലിയൊരു ചോദ്യം നമ്മളെ അലട്ടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നാണെന്നറിയാവോ? ഈ വചനപ്രകാരം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. എങ്ങനെ ചിന്ത ഉണ്ടാവുമെന്നറിയാവോ? ലോകപ്രകാരം നമ്മളെ ചിന്തിപ്പിക്കും. ലോകത്തിന്റെ സിസ്റ്റത്തിൽ പലപ്പോഴും നമ്മൾ ബന്ധിക്കപ്പെട്ട് കിടക്കുക. മനസ്സിലാവുന്നുണ്ട്? ഇന്ന് ഈ കൂട്ടായ്മയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ എങ്ങനെയാണ് കറങ്ങി തിരിഞ്ഞ് പ്രാർത്ഥനയെ വന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന് ഇത്ര ആളുകൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ കയറാൻ തോന്നുന്നത്? എന്നാലോചിച്ച് നോക്കി. പരസ്പരം നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് പോലും ചിലർ പറയാറുണ്ട്, ബ്രദർ ഇപ്പോഴും ഓപ്പൺ ചെയ്തിട്ടില്ല, ഒരു പരിചയമില്ല, മുൻപരിചയങ്ങളില്ല, തമ്മിൽ കണ്ടിട്ടില്ല, നേരിൽ സംസാരിച്ചിട്ടില്ല, ഒരു ബന്ധമില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രാർത്ഥനയിൽ കയറാൻ കഴിയുന്നത്? നിങ്ങൾ പോലും അറിയാതെ പരിശുദ്ധാത്മാവെന്ന ദൈവശക്തി നമ്മളെ ആകർഷിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയിൽ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ അവിശ്വാസം, അതായത് അവർ ലോകപ്രകാരം യേശുവിനെ കണക്ട് ചെയ്യാൻ നോക്കുക. അവിടെ കർത്താവ് എന്ത് ചെയ്തില്ല? അവരുടെ അവിശ്വാസം എന്ന് പറഞ്ഞാൽ അവർ യേശുവിനെ ലോകപ്രകാരം ബന്ധപ്പെടുത്താൻ നോക്കി. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അസാധാരണമായ കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുന്നവരാകണം. ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വഴിയായിരുന്നു ബ്രദറെ, ഞാൻ അതിങ്ങനെ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മിണ്ടരുത്. ദൈവം ചെയ്യുന്നത് ചിന്തിക്കാൻ പഠിക്കണം നമ്മൾ. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അസാധാരണമായ കാര്യങ്ങൾ എന്നതിൻ്റെ അർത്ഥം. സാധാരണ കാര്യങ്ങളല്ല, അസാധാരണമായ കാര്യങ്ങൾ. അതുകൊണ്ട് പലപ്പോഴും ഞാൻ പറയാറില്ലേ, നമ്മുടെ ഇടയിൽ തന്നെ ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പുതിയ അവയവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ചിരി വരും, പുതിയ അവയവങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, കർത്താവിനത് പുതിയൊരു അവയവം തരാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ? ഒന്ന് പ്രതികരിച്ച്. ദൈവത്തിന് പുതിയൊരു അവയവം തരാൻ ബുദ്ധിമുട്ടുണ്ടോ? ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റപ്പ് എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പൊ എന്റെ ഉള്ളിൽ പെട്ടെന്ന് കർത്താവ് പറയും, 1968 ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നെ കാണിക്കും. ആ വ്യക്തിക്ക് 2 മക്കളെ ഞാൻ കാണുന്നു. 1968 ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു. ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തന്നെ കർത്താവിനെ കാണിക്കുന്നു. ആ വീടിന്റെ നടുക്കായിട്ട്, കയറി വരുന്ന നടുക്കായിട്ട് തന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫ്ലവർ വേസ് പോലെ ചെറുതൊരെണ്ണം ഇരിക്കുന്ന ഒരു വീട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ 1968 ജനിച്ച ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫ്ലവർ, വലിയ ഭംഗിയുള്ള ഫ്ലവർ വേസ് ഒന്നുമല്ല, ഒരു ഫ്ലവർ വേസ് അവിടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കാണുക. അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ അത് ഏറ്റെടുത്തോണം, കർത്താവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചോണം. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി. ആരാത്? ഞാനാണ്. 1968 ജനിച്ചിട്ട് 2 മക്കളുണ്ട്. കേറി വരുന്നിടത്തൊരു ഫ്ലവർ വേസ് ഇരിപ്പുണ്ട്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഞാനിത് വേഗത്തിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന് ഞാനത് പറയാൻ കാരണം,
ഇത് ശ്രദ്ധിച്ച് കാണണം. ഇത് ആ സിസ്റ്ററുടെ വീടിൻ്റെ അകത്തിരിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എടുത്തെടുത്ത് ഞാൻ പറയുന്നത് ഞാൻ എവിടെ ഇരിക്കുമെന്ന് ഭയങ്കര പൊക്കി പറയാൻ വേണ്ടിയൊന്നുമല്ല. ഞാൻ ഇരിക്കുന്ന വേറൊരു രാജ്യത്താണ്. യു കെയിലാണ് ഞാൻ ഇരിക്കുന്നത്. സഹോദരി ഇരിക്കുന്നത് ഇന്ത്യയിലാണ്, കേരളത്തിലാണ്. അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. പക്ഷേ പെട്ടെന്ന് ഞാനത് എൻ്റെ ഉള്ളിൽ വന്നു. 1960 ഈ സ്ഥലം, ഈ ലൊക്കേഷൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഇതെങ്ങനെ കിട്ടുന്നു? ഇതൊരു മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ, ഒന്ന് ചിന്തിച്ചു നോക്കുക, മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഇത് കാണാൻ ഒരു ചാൻസും ഇല്ല. അതായത് ആ വീടിൻ്റെ അകത്ത് കയറി ഈ അടയാളത്തിൽ ജനിച്ച ആൾ അവിടെ കാണാൻ 2 മക്കളുണ്ടായിരിക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ പഴയ പോലെ കയറി ചെല്ലുന്ന മുറിയിൽ അത് തന്നെ ഇരിക്കണം, പ്ലാസ്റ്റിക്കിൻ്റെത് ഇരിക്കണം. അപ്പം ഇത് ഞാൻ ഇപ്പം പെട്ടെന്ന് ഈ ഒരു പ്രവചനാലോചന പെട്ടെന്ന് പറയാൻ കാരണം, നമ്മുടെ മുമ്പിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്പിരിച്വലി അതിനെല്ലാം കാണണം. ആത്മീയമായിട്ട് വിവേചിക്കണം. ഇവിടെയാണ് നിങ്ങളുടെ വിശ്വാസം വർക്കൗട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ വിശ്വാസം വർക്ക് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ യേശുക്രിസ്തുവിനെ കാണുന്നത് നമുക്കറിയാവുന്ന ആളായിട്ടല്ലേ. അതായത് ലോകവുമായിട്ട് യേശുവിനെ കണക്ട് ചെയ്യുക. ഇന്ന് ഈ വചനം കേൾക്കുമ്പം രാത്രിയിൽ കേൾക്കുന്നവരുണ്ട്, ഇന്ത്യൻ സമയത്ത് പകല് കേൾക്കുന്ന രാജ്യത്തിരിക്കുന്നവരുണ്ട്, പല ടൈമിങ്ങിൽ കേൾക്കുന്ന രാജ്യത്തിരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, സമയം ഞാൻ പറയുന്നില്ല, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സകല വിഷയത്തിൻ്റെ മേലും ഞാൻ അസാധാരണ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവപ്രവൃത്തിയെ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ കണ്ണടച്ചു അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിക്കരുത്, ആമേൻ പറഞ്ഞതിനെ പിടിക്കുന്നവരായി തീരണം. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെയാണ് സ്പിരിച്വൽ ഫെയ്ത്ത് വർക്കാവുന്നത്. സ്പിരിച്വൽ ഫെയ്ത്തും ഉണ്ട്, വേൾഡ് ഫെയ്ത്തും ഉണ്ട്. അപ്പൊ ലോകത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ലോകത്തിന്റെ വിശ്വാസം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ എല്ലാത്തിനും അടയാളവും അതിൻ്റെ അകത്ത് എല്ലാ തെളിവുകളും ഒക്കെ തപ്പി നടക്കുന്നതാണ്. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? തെളിവുകളും എല്ലാം തപ്പി നടക്കുന്നതാണ് ലോകത്തിന്റെ വിശ്വാസം. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഈ കർത്താവ് ശ്രദ്ധിച്ചു നോക്കിയാൽ അവൻ രോഗികളുടെ മേലെ കൈവച്ച് സൗഖ്യം വരുത്തി. അപ്പൊ ഇത് കണ്ടിട്ട് പോലും അവര് പറയുകയാണ്, ഇതൊക്കെ എവിടുന്ന് കിട്ടി ഈ പുള്ളിക്ക്? നമ്മുടെ നാട്ടുകാരാണ് പറഞ്ഞാൽ ഇതെന്തോ മന്ത്രവാദം പരിപാടിയാ. ഇങ്ങനെയൊക്കെ തന്നെ ആൾക്കാർ പറഞ്ഞു കാണും. ഒന്നൊക്കെ മനുഷ്യരൊന്നല്ലേ. തമ്പുരാന് മനസ്സിലായി, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവന്മാരെ കൊണ്ട് ഗുണമൊന്നുമില്ല. ഇപ്പൊ മനസ്സിലായോ? അവരെന്നെ ലോകപ്രകാരം കാണുക. അതുകൊണ്ട് ഞാൻ തുടക്കം മുതലേ ഇന്ന് പ്രാർത്ഥനയെ കൂടുന്നോണ്ട് പറയുന്നത്, ഇന്ന് ഈ കൂട്ടായ്മയിൽ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഈ പ്രാർത്ഥനയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവ് എവിടെയൊക്കെയോ നിങ്ങളെ ആകർഷിക്കുന്നുണ്ട്. ഞാൻ ഒന്നേ വരെ ഒരാളോടും പ്രാർത്ഥനയിൽ ഞാൻ ലിങ്ക് അയക്കും, പിന്നെയും ചോദിച്ചാൽ ലിങ്ക് അയക്കും. ഒരാളെ ഞാൻ നിർബന്ധിക്കത്തില്ല. എനിക്കറിയാം അങ്ങനെ കെട്ടിവലിച്ചുകൊണ്ട് വരുന്നതല്ല പ്രാർത്ഥന. ദൈവം ആകർഷിച്ചു വരുന്നതാണ് കൂട്ടായ്മ. ആമേൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കണം. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്ക പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത്, എനിക്കൊന്ന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലാണെന്ന വാക്യം, അത് ഞാൻ വേഗത്തിൽ കാണിക്കാം. 3 അല്ല 4 എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ യേശുക്രിസ്തുവിനെ എപ്പോഴും കാണേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തിക്ക് ഏതാ തടസ്സമെന്ന് വെച്ചാൽ, നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത് തടസ്സം. യേശുവിനെ എങ്ങനെ കാണുന്നു? യേശുവിനെ നിങ്ങൾ ഈ ലോകപ്രകാരമാണ് കാണുന്നതെങ്കിൽ, കർത്താവിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. 3-ാം അധ്യായത്തിൽ കേട്ടോ, നിങ്ങൾ യേശുവിനെ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് പരിമിതിയുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന് ലിമിറ്റേഷൻ ഉണ്ടാകും. ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മമായിട്ട് വേണം നാം യേശുവിനെ കാണാൻ. ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. ഫിലിപ്പിയ ലേഖനത്തിൽ 2 കൂടെ വന്നാലേ കുറച്ചും കൂടെ നമുക്ക് 2-ാം അധ്യായത്തിൽ കേട്ടോ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലാണ്. ഇവിടെ മുതൽ നിങ്ങൾ ഈ വാക്യം ഒന്ന് നോക്കിക്കോണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലെ 5 മുതലുള്ള വാക്യങ്ങളാണ്. ഫിലിപ്പിയ 2-ന്റെ 5 മുതലാണ് ഈ വാക്യങ്ങൾ. ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഒന്നാമത് പറയാണ് ക്രിസ്തു യേശുവിലുള്ള ഭാവം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ബൈബിളിൽ മുഴുവനും യേശു ക്രിസ്തു തുടങ്ങിയിട്ട് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് പറയുകയാണ് ക്രിസ്തു യേശു. അപ്പൊ അവിടെ യേശു ക്രിസ്തു എന്ന് പറയാതെ ക്രിസ്തു എന്ന് ആദ്യം പറഞ്ഞിട്ട് പറയുകയാണ്, ക്രിസ്തു യേശുവിലുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ എന്നിട്ട് പറയുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം, താഴ്മയെ പറ്റിയാണ് ഇവിടെ പറയുന്നതെങ്കിലും ഇവിടെ ശ്രദ്ധിച്ചു നോക്കണം, യേശു ആരാണ്? ഈ 33 വയസ്സ് വരെ ഭൂമിയിൽ ജനിച്ച് യഹൂദനായിട്ട് ജനിച്ച് വളർന്ന യേശുവായിട്ട് കർത്താവിനെ നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ലിമിറ്റഡാ.
ഇവിടെ ബൈബിൾ പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്കെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സദൃശ്യത്തിലായി, അതായത് മനുഷ്യരൂപത്തിൽ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, കർത്താവായ യേശുക്രിസ്തു വന്നത് ഭൂമിയിൽ നിന്നല്ല. പുൽത്തൊഴുത്തിൽ ജനിച്ചു എന്നുള്ളത് ജനിക്കാൻ വേണ്ടി കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാ. അപ്പൊ ഈ ദിവസങ്ങളിൽ കർത്താവിനെ നിങ്ങൾ പരിചയപ്പെടുമ്പോൾ എൻ്റെ കർത്താവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ പരിമിതിയുള്ള കർത്താവല്ല. എൻ്റെ അകത്ത് വസിക്കുന്ന കർത്താവിന് ഒരു പരിമിതിയില്ല. അങ്ങനെങ്കിൽ എൻ്റെ വിശ്വാസത്തിന് ഒരു പരിമിതിയില്ല. ഇന്ന് എൻ്റെ വിശ്വാസത്തിന്റെ ലെവൽ ഞാനൊന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടി പോവാ. ഇന്നു മുതൽ ഞാൻ വിശ്വസിക്കാൻ വേണ്ടി പോവാണ്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രവർത്തികളെ സ്വീകരിക്കുവാൻ ഞാൻ റെഡിയാകാൻ പോവാം. ഇനി ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അത്ഭുതം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് ഒറ്റ വാക്കിൽ പറയുള്ളൂ. എനിക്ക് എക്സ്പ്ലനേഷൻ കേൾക്കണ്ട. പലരോടും ഒന്ന് പറയാൻ പറഞ്ഞാൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് മനസ്സിലായ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം ഒന്ന് പറയാമോ? ആർക്കും ഇല്ലേ? തലേന്ന് ദിവസം ഹലോ, അല്ലല്ല, അങ്ങനെയല്ല, ഒറ്റ വാക്കി പറയണം. തലേദിവസം സ്വപ്നത്തിൽ കണ്ട ആള് പെട്ടെന്ന് വരുവാ. ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് അല്ല ചോദിക്കുന്നത്. ഒരു കാര്യം, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ, ബ്രദറെ ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, ബ്രദറെ ഞാനിപ്പോൾ എന്താ പറയുന്നത്, ഒരു കർത്താവ് എനിക്ക് ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തു, അത് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നാച്ചുറലാണ്. അത് ചിലപ്പോൾ കിട്ടാതിരിക്കാം. ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം, അത് നമ്മുടെ കണ്ണിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ ലൈഫിൽ അത് നമുക്ക് മനുഷ്യന്റെ ബുദ്ധിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം വചനപ്രകാരം ഒറ്റ വാക്കി പറയണം, എക്സ്പ്ലെയിൻ ചെയ്യാതെ. ആർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഉയർത്തെഴുന്നേൽക്കുന്നത്, മാറ്റുന്നത്. ആമേൻ. അപ്പൊ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, മരിച്ചിട്ട് ഉയർക്കുന്നത് പറഞ്ഞു, രോഗസൗഖ്യത്തെ പറ്റി പറഞ്ഞു, അത്ഭുതത്തെ പറ്റി പറഞ്ഞു. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറെ കാര്യങ്ങൾ മാത്രമാണത്. ഇതൊക്കെ കുറെ കാര്യങ്ങൾ മാത്രമാണ്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കുണ്ടായ പല എക്സ്പീരിയൻസുകൾ കുറച്ചേ ഞാനോട് ഷെയർ ചെയ്തിട്ടുള്ളൂ. ഒത്തിരി ഈ ക്രിസ്തുവിലേക്ക് വന്ന നിമിത്തം നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള എക്സ്പീരിയൻസുകൾ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കും. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എൻ്റെ വിശ്വാസവും ലോകവുമായിട്ട് ഇങ്ങനെ ഇടകലർന്ന് കിടക്കുന്നത് കൊണ്ട് പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഒരു പരിധിക്കപ്പുറം വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു പരിധിക്കപ്പുറം നമുക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവരെ പോലെ സ്റ്റക്കായി നിൽക്കുക. ദൈവത്തിന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ശ്രദ്ധിച്ചു നോക്കി, യേശുവിനാണ് അത്ഭുതം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ അവിശ്വാസം നിമിത്തം അവർ അത്ഭുതത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാൻ ആ വാക്യം ഒന്ന് എടുത്തു തരാം. അവർ യേശു ചെയ്ത ഒരത്ഭുതത്തെ പോലും എതിർത്തില്ല. നമ്മളാണെ പറഞ്ഞത് ഇതൊക്കെ തട്ടിപ്പാന്ന് പറഞ്ഞാനെ, ഇവരൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞ് ശ്രദ്ധിച്ചു നോക്കി, രണ്ടാം വാക്യത്തിൽ ശ്രദ്ധിച്ചു നോക്കി, ശബത്തായപ്പോൾ കർത്താവ് പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി, പലരും അത് കേട്ട് വിസ്മയിച്ചു. ഇവനെ ഇത് എവിടെ നിന്ന് കിട്ടി? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും അവന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത് കണ്ടോ? അവര് വിമർശിക്കുന്നില്ല. ഇത് എവിടുന്നോ എന്തോ ഒരു കർത്താവ് അല്ലെങ്കിൽ യേശു വന്ന് എന്തൊക്കെയോ പരിപാടി കാണിക്കാന്നല്ല പറഞ്ഞു. അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ വീര്യപ്രവൃത്തികൾ എന്ത്? അവർക്കൊരു അതിശയമുണ്ടായി. കാര്യമൊക്കെ ശരിയാണ്, നമുക്കറിയാവുന്ന പയ്യനൊക്കെ തന്നെയാ. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ. അവർ പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കുക, കർത്താവിന്റെ നാമത്തിൽ ക്ഷമിക്കണം. അപ്പൊ അവർ പറയുന്നൊരു വാക്ക് ഞാൻ അങ്ങ് യൂസ് ചെയ്യുവാണ്. നമുക്കറിയാവുന്ന ആളാണ്, പക്ഷെ അവരെന്നാലും അംഗീകരിക്കുന്നുണ്ട് ഇവര് നടക്കുന്ന വീര്യപ്രവർത്തികൾ എന്ത്. എൻ്റെ അർത്ഥം അവിടെ മുടങ്ങും തുള്ളി കാണും, ചെകിടം കേട്ട് കാണും, ഊമൻ സംസാരിച്ച് കാണും, മരിച്ചവർ വരെ ഉയർത്ത് കാണും. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, അപ്പോഴും യേശുവിനെ ലിമിറ്റ് ചെയ്യുകയാണ്. അവരെ പ്രവൃത്തികളെ അംഗീകരിക്കുമ്പോൾ പോലും ക്രിസ്തുവിനെ ലിമിറ്റ് ചെയ്യുകയാണ്. താഴേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞു, അവരുടെ അവിശ്വാസം നിമിത്തം അവർ അത്ഭുതം ചെയ്തില്ല. അതിന്റെ കാരണം യേശു ക്രിസ്തുവിനെ നമ്മൾ പലപ്പോഴും കണക്ട് ചെയ്യാൻ നോക്കുന്നത് ലോകമായിട്ടാണ്. നമ്മുടെ പിടി വിടണം. യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നയാളാ.
അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഒരു ലാംഗ്വേജ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബൈബിൾ വായിക്കണം കേട്ടോ, പുതിയ നിയമം നിങ്ങൾ വ്യക്തമായിട്ട് വായിക്കണം. കർത്താവിൻ്റെ ലാംഗ്വേജ് നോക്കിയിട്ടുണ്ടോ? മരിച്ച വീട്ടിൽ പോയാലും കർത്താവ് പറയും, ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ, അവൻ മരിച്ചിട്ടില്ല, ഉറങ്ങുക. നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പോലും മരിച്ചു കിടക്കുക. മുഖി പഞ്ഞിയുണ്ട്, കാല് കൂട്ടി കെട്ടിവെച്ചിട്ടുണ്ട്, ഹാർട്ട് ബീറ്റ് ഇല്ല, കണ്ണടച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ മരിച്ചു. പക്ഷെ യേശു എത്ര നോക്കിയിട്ടും കർത്താവ് നോക്കുമ്പോൾ എല്ലാം പുള്ളി ഉറങ്ങുക. ഇതെന്നാ പരിപാടി? ഇതാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആളുടെ പ്രത്യേകത. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ മൈൻഡ് സെറ്റപ്പ് ഇതിലോട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം. ഇതിന് നമ്മളെ സഹായിക്കുന്നതാണ് വിശ്വാസം. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ഹോളി സ്പിരിറ്റ് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ, എൻ്റെ ദൈവം അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയരുത്, അസാധാരണമായിട്ട് എങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പം പുതിയ അവയവങ്ങൾ ഉണ്ടായി വരുമെന്ന് പ്രഖ്യാപിക്കണം. നിങ്ങൾ കാണുന്ന രോഗികൾക്ക് വേണ്ടി കൈവച്ചൊന്ന് പ്രാർത്ഥിക്ക്. അവരോട് പറയണം, കർത്താവായ യേശുക്രിസ്തു നിനക്ക് പുതിയ അവയവം തരും. അപ്പൊ ആൾക്കാർ പറയും, നിനക്കെന്തോ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടല്ലോ, നിനക്ക് ഭ്രാന്താന്ന് പറയും. നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം, തുടർന്നുകൊണ്ടേ ഇരിക്കണം. നാളെ നിങ്ങളെ ഭ്രാന്താന്ന് വിളിച്ചവർ നിങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ആ സമയം വരെ കളിയാക്കുള്ളൂ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അഹരോന്റെ വടി തളിർത്തു, ഇസ്രായേലിന്റെ പിറുപിറുപ്പോ അവസാനിച്ചു എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഈ തടുക്കുന്നത് വരെ ആ വടി തളിർക്കുന്നത് വരെ അവർ പിറുപിറുത്തോണ്ടേയിരുന്നു. ആ വടി തളിർത്ത് കഴിഞ്ഞപ്പം പിറുപിറുപ്പ് അവസാനിച്ചു. തുടർന്നുകൊണ്ടേ ഇരിക്കണം. ബ്രദറെ, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു ബ്രദറെ, ഒരു സൗഖ്യം കണ്ടില്ല, എന്നാൽ 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ബ്രദറെ. 10 പേർക്ക് കൊണ്ട് പ്രാർത്ഥിച്ചു, ഒരാൾ സൗഖ്യമായി, അതേ പിടിച്ചോണം. നിങ്ങൾക്ക് സൂപ്പർ നാച്ചുറലോട്ട് കയറണോ? നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. സ്വന്തം തലയമേൽ കൈവച്ചിട്ട് പറ, ഞാൻ അസാധാരണമായ കാര്യം കാണും. എന്താ അസാധാരണമായ കാര്യം? അതാ നമ്മുടെ ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ പലരും പല കാര്യം പറഞ്ഞില്ലേ. നമ്മൾ ആദ്യം വ്യക്തമായിട്ട് പറഞ്ഞു പഠിക്കണം. നമ്മളിപ്പോഴും തച്ചൻ്റെ മകനായിട്ട് തന്നെ ഇരിക്കുക യേശുവിനെ. അവിടുന്ന് പൊട്ടണം. നമ്മൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു എബിലിറ്റി നമുക്കുണ്ട്. അതുകൊണ്ടാണ് മർക്കോസിൽ പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. തൊട്ട് താഴേക്ക് പറയുന്നു, വിശ്വസിക്കുന്നവരാൽ. അപ്പൊ നമ്മൾ ആ വചനത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്ന അറിയാവോ? അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവരാൽ അത്ഭുതം നടക്കുമെന്നല്ല. തുടക്കത്തിൽ പറഞ്ഞുണ്ട്, രക്ഷിക്കപ്പെട്ട് വിശ്വസിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചവരാൽ അടയാളങ്ങൾ നടക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവരെ പറ്റി പറഞ്ഞിരിക്കുന്നു, അവരിലൂടെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആമേൻ. അവരിലൂടെ ഈ അടയാളങ്ങൾ വെളിപ്പെടും. അവരിലൂടെ കർത്താവിന്റെ കാര്യം വെളിപ്പെടും. സ്വന്തം ശരീരത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു തവണ പ്രാർത്ഥിച്ച വേദന പോയി, പിന്നെ ആ വേദന വന്നെങ്കിൽ പിന്നെയും പ്രാർത്ഥിക്കണം. ആമേൻ. തീർച്ചയായിട്ടും ചെവി ഇല്ലെങ്കിൽ ചെവി ഉണ്ടായി വരും. നമ്മൾ അതാ പറഞ്ഞത്, നമ്മുടെ മൈൻഡ് സെറ്റപ്പിലോട്ട് നമ്മൾ കയറ്റണം. ഈ ദിവസങ്ങളിൽ ഏത് ഭാരത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്? എൻ്റെ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അസാധാരണമായ കാര്യം. ദൈവത്തിന് ഇഷ്ടം എന്നാണെന്നറിയോ? ഇങ്ങനെ അവിശ്വാസം പറയുന്നവരുടെ കൂടെ പോയിരിക്കാനല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഞാൻ അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അടുത്ത വാക്യം നിങ്ങൾ ഏറ്റവും ഒടുവിൽ വായിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ പറയാണ്, അവരുടെ അവിശ്വാസം നിമിത്തം കർത്താവ്, ശ്രദ്ധിച്ചോണം, അവരുടെ അവിശ്വാസം ഹേതുവായി യേശു ആശ്ചര്യപ്പെട്ടു. അവൻ ചുറ്റുമുള്ള ഊരുകളിലേക്ക് ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു. എന്നെ കർത്താവ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് കർത്താവ് വീട്ടിലോട്ട് പോകാഞ്ഞത്? എന്തായാലും വീട്ടിൽ വന്നതല്ലേ, പിതൃഭവനത്തിലേക്ക് വന്നതല്ലേ, എന്നാൽ റെസ്റ്റ് എടുത്തിട്ട് പോകാൻ മേലെ കർത്താവ് മനസ്സിലായി, ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് ഇനി കാര്യമില്ല. കാര്യം ഇവർക്ക് വിശ്വാസമില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ലോകപ്രകാരം ഒരു കാര്യത്തിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നവരാണോ? നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം. കർത്താവെ, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അടുത്തയാൾ ചോദിക്കും, കൂടെ നിൽക്കുന്നവർ ചോദിക്കും, ഭർത്താവ് ചോദിക്കും, ഭാര്യ ചോദിക്കും, മക്കൾ ചോദിക്കും, നാട്ടുകാർ ചോദിക്കും, അതെ ഉള്ള വഴിയെല്ലാം അടഞ്ഞില്ലേ, ഇനി എവിടുന്ന് തുറക്കാൻ? ആകാശമുണ്ടല്ലോ, അവിടുന്ന് വരുമെന്ന് പറയണം. അവർ പറയും, ആകാശത്തുനിന്ന് മഴയല്ലേ വരുന്നത്? അല്ല, ബൈബിൾ പറയുന്നു, പഴയ നിയമത്തിൽ ദൈവം ആകാശം തുറന്ന് മന്ന കൊഴിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ സ്വർഗത്തിൽ നിന്ന് യോഹന്നാൻ പിതാവിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. ഇത്രയും വലിയ സാധ്യതകൾ കിടക്കുക ആകാശത്ത്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞ് പഠിക്കണം നമ്മൾ. എൻ്റെ ദൈവം തുറക്കുമെന്ന് പറഞ്ഞാൽ വ്യക്തമായി പറയണം, ഇല്ലാത്തത് അവൻ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. ആമേൻ. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഉയർത്തുന്നത് എങ്ങനെയായിരിക്കണം? യേശു ക്രിസ്തുവിനെ ലോകപ്രകാരം കണക്ട് ചെയ്യാതെ, ഈ ലോകവുമായിട്ട് കർത്താവിന് ഒരു ബന്ധവുമില്ല. നിങ്ങൾ ചിന്തിക്കുക ചെയ്ത്, കർത്താവ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. ഞാനിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയാം, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഇതിനൊന്നും ഞാൻ എതിരല്ല.
തലവേദന വന്നാൽ നമ്മൾ ആദ്യം കഴിക്കുന്നത് പാരസെറ്റമോളാണ്, അല്ലേ? തലവേദന വന്നാൽ നമ്മൾ നിങ്ങൾ ഞാനും ഒക്കെ പാരസെറ്റമോൾ കഴിക്കും. പാരസെറ്റമോൾ കഴിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ വേദന മാറട്ടെ എന്ന് പറയുന്നതല്ല കർത്താവിൻ്റെ പരിപാടി. ശ്രദ്ധിച്ചോണം, ഞാനിത് പറയുന്നത് ഒന്നിനെയും കുറ്റപ്പെടുത്തുമല്ല, ഇത് രണ്ടും രണ്ടാ. ചിലരങ്ങനെ ചെയ്യാറുണ്ട്, വേദന മാറാൻ വേണ്ടി പാരസെറ്റമോൾ കഴിക്കും, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഓപ്പറേഷൻ സക്സസ് ആകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല. എടുത്തു പറയുന്നു, ഓപ്പറേഷൻ മാറിപ്പോയതിന് നന്ദി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. ഓപ്പറേഷൻ സക്സസ് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം എന്തുവാ? ഓപ്പറേഷൻ കൂടാതെ യേശുവിനെ ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. ലോകവുമായിട്ട് ഒരിക്കലും കർത്താവിനെ കണക്ട് ചെയ്യരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോളം, തെറ്റിദ്ധരിക്കപ്പെടരുത്. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ വേദന മാറുമെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്? പാരസെറ്റമോൾ കഴിച്ച് വേദന മാറുമെങ്കിൽ ഓക്കെ, രണ്ടും കൂടെ നിങ്ങൾ മിക്സ് ചെയ്ത് പഠിച്ചാൽ കുഴപ്പമില്ലെന്നറിയാവോ? നമ്മുടെ വിശ്വാസം അതുമായിട്ട് മിക്സഡ് ആയി പോവും. പകുതി ഞാനും പകുതി ലോകവും പകുതി ദൈവവും. അങ്ങനെയല്ല. ദൈവം ചെയ്യുന്നത് എപ്പോഴും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വഴിയിലൂടെയാണ്. കർത്താവ് ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റിന്റെ ദൈവമല്ല. ഇപ്പൊ ഒരു മുടന്തനോട് കർത്താവ് പറയും, നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാറില്ല, നിങ്ങൾക്ക് ഒരു പ്രാർത്ഥിച്ചിട്ട് പൂർണ്ണ സൗഖ്യമായെങ്കിൽ സാക്ഷ്യം പറഞ്ഞാൽ മതി. ഇനി ബ്രദറെ ഭയങ്കര വേദനയായിരുന്നു, വ്യത്യാസമുണ്ട്, ഞാൻ അതിൽ തൃപ്തനല്ലെന്ന് എപ്പോഴും പറയാറുണ്ട്. എനിക്ക് പൂർണ്ണമായും ആ വേദനയിൽ നിന്ന് മോചനം കേൾക്കുന്ന സാക്ഷ്യം കേൾക്കുന്ന സന്തോഷം, ആശ്വാസം സന്തോഷമാണ്, നിങ്ങൾക്ക് ആശ്വാസമാണ്. പക്ഷെ അതിൽ നിൽക്കരുത്. പെയിൻ കില്ലറിനും അത് തരാൻ പറ്റും ആശ്വാസം, നമുക്കതല്ല വേണ്ടത്. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യത്തിന്റെ സാക്ഷ്യം ലഭിച്ചെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നിർബന്ധമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ആകുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. കാരണം കർത്താവ് ക്രൂശി വില കൊടുത്തതാ. ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ കോംപ്രമൈസ് ചെയ്യരുത്, മിക്സ് ചെയ്യരുത്. ലോകത്തിന്റെ വിശ്വാസവും ദൈവത്തിന്റെ വിശ്വാസവുമായിട്ട് മിക്സ് ചെയ്യരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, എപ്പോഴും നമ്മുടെ അകത്ത് നമ്മളെ എന്ത് സംഭവിക്കുന്നറിയോ? ഇത് നമ്മുടെ അകത്ത് കയറിയാൽ, കാര്യം നമുക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ കർത്താവ് എന്ത് ചെയ്യത്തില്ല? പ്രവർത്തിക്കത്തില്ല. ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവുമായി കണക്റ്റഡ് ആയിട്ട് ആ ഒരു സ്പിരിച്വൽ ലൈഫിലോട്ട് കയറണം. നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി ആഴമായി ചിന്തിക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ഇന്ന് ചെയ്യും. സേതു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി എൻ്റെ ഉള്ളിൽ കർത്താവ് പെട്ടെന്ന് പറഞ്ഞാണ്. സേതു എന്നാണ് പേര്, അതൊരു ഒഫീഷ്യൽ നെയിമാണ്, എനിക്കറിയത്തില്ല. സേതു എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് നിർബന്ധം തരുവാണ്. സേതുവിന് വേണ്ടി ഇന്ന് ലൈവിൽ കാണുന്നവർ, ഈ സൂമിൽ കാണുന്നവർ, സേതു എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ, ആരാത്? എന്റെ കൂട്ടുകാരിയുടെ മകളാണ്, അതിന് സേതുലക്ഷ്മി എന്നാണ് പേര്. സേതു എന്ന് വിളിക്കുക. സേതു ആ കുടുംബത്തിൽ പറഞ്ഞോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടാൻ വേണ്ടി പോവാണ്. വലിയൊരു സമാധാനത്തെ കർത്താവ് അയക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് വലിയൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. അധികം ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വിശ്വാസത്തെ നമ്മളൊന്ന് ഉയർത്താൻ വേണ്ടി പോവാം. നമ്മളിങ്ങനെ ഇടകലർന്ന് ഇങ്ങനെ കിടക്കുക, ഈ ചരട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞത് ഇടവിരിഞ്ഞ് കിടക്കുന്നത് പോലെ, അങ്ങനെയാണ് എനിക്കറിയത്തില്ല പറഞ്ഞത്, മിക്സ് ചെയ്ത് കിടക്കുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ഉയർത്തിക്കേ. നമ്മൾ ആരാണ്? നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾ എന്ന ബൈബിളിൽ പറഞ്ഞേക്കാം. നമ്മുടെ മൈൻഡ് സെറ്റപ്പ് ഞാൻ ഉൾപ്പെടെ പറയാം. ഞാനിത് പറഞ്ഞിട്ടും താഴേക്ക് പോകുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഒന്ന് തിരുത്തണം. ഇനി മുതൽ നമ്മളെ തന്നെ ഒന്ന് ബലപ്പെടുത്തണം, നമ്മളെ തന്നെ ഒന്ന് എണ്ണണമെന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ, നമ്മൾ ഈ സൂം മീറ്റിംഗും വെച്ചുകൊണ്ട് ഇത്ര ആൾക്കാരുടെ സുവിശേഷം പറയും, അപ്പോസ്തലന്മാർ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതെ യേശു പറഞ്ഞു നിങ്ങൾ പൊക്കോ, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇതെടുക്കരുത്, ചെരുപ്പും പൊക്കണോ അതും ഇതൊന്നും എടുക്കരുതെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ എങ്ങനെ പോവും? കർത്താവ് പറഞ്ഞു നിങ്ങൾ ഇറങ്ങ്, അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി കാണാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഇത് പറയുമ്പോഴും ഞാൻ എന്നോട് തന്നെ ഞാൻ ബലപ്പെടുത്തുക. അസാധാരണമായ കാര്യങ്ങളെപ്പറ്റി പറയണം, സംസാരിക്കാൻ പഠിക്കണം, വീടിൻ്റെ അകത്ത് പറയണം. പിള്ളേർ കളിയാക്കുമായിരിക്കും, ഭർത്താവ് കളിയാക്കുമായിരിക്കും, ഭാര്യ കളിയാക്കുമായിരിക്കും, നാട്ടുകാർ കളിയാക്കുമായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് ഈ കളിയാക്കുന്നവരൊക്കെ തിരുത്തി പറയും, നിന്റെ അകത്ത് എന്തോ ഉണ്ട്, മറ്റാരുമല്ല യേശു ഉണ്ടെന്ന് പറയും. ആമേൻ. ഒരുമിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഈ ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റി അതിലോട്ട് കയറി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്ന് കണ്ണടച്ച്. കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ എന്നോട് പറയുമ്പോൾ ഷൈൻ എന്ന് പറയുന്ന ഒരു മകനുള്ള ഒരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുക. ഷൈൻ SHINE, ഷൈൻ എന്ന് പറയുന്ന ഒരു മകനുള്ള ഒരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നോട് ദൈവം പറയും. ഷൈൻ എന്നാണ് പേര്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവ്, അങ്ങയുടെ കൃപ ഇന്ന് ചൊരിയുന്നല്ലോ. ഇന്ന് ഈ ദിവസം, ഈ സമയം കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്.
നിങ്ങളുടെ സകല വിഷയത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുമിച്ചിന്ന് യേശുവിൻ്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യാൻ പോവുക. വിഷയത്തെ മുഴുവനും മൈറ്റി മിറക്കിൾസ് കാണാൻ പോവുക. ദൈവപ്രവൃത്തി ഇപ്പോൾ ഈ നിമിഷം ഉണ്ടായി വരാൻ വേണ്ടി പോവുക. ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് ഞാൻ ഇന്നും എടുത്ത 2015 ഒരു പാസ്പോർട്ട് എന്നെ കർത്താവ് എടുത്തു കാണിക്കും. 2015 ഒരു പാസ്പോർട്ട് എടുത്തു കാണിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു നമ്പർ എനിക്ക് കർത്താവ് തെളിഞ്ഞു വരിക 35 എന്നുള്ളൊരു നമ്പർ ആ പാസ്പോർട്ടിൻ്റെ അകത്ത് ഞാൻ കാണുമോ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞാൻ കാണുന്ന മറ്റൊരാളെയും കാണുന്നു. 2017 പാസ്പോർട്ട് എടുത്ത ഒരാൾ യാത്രയ്ക്ക് വേണ്ടി എടുത്തതാണ്. പക്ഷേ അത് പോകാൻ കഴിയാതെ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായി, പലവിധമാകുന്ന സാമ്പത്തിക കുരുക്കുകളിൽ പെട്ടുപോയി. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ പ്രിയമകളുടെ ഹൃദയത്തെ സ്വർഗം അറിയുന്നല്ലപ്പ. ആ എല്ലാവിധമാകുന്ന പ്രശ്നങ്ങൾ തകർന്നു മാറട്ടെ, പ്രശ്നങ്ങൾ തകർന്നു മാറട്ടെ. വാഴ്ച ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. പിതാവെ, ഞങ്ങളെന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയ കൃപയുണ്ടാകട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. നിങ്ങളുടെ ഭവനത്തെ നോക്കിയിട്ട് പറ, ഞാൻ ഒരു പൈസ പോലും കൊണ്ടുവന്ന് ഇനി ഒന്നിനും കളയത്തില്ല. ഒരു പാഴ്ചെലവ് എൻ്റെ കുടുംബത്തിലുണ്ടാകത്തില്ല. സമൃദ്ധിയിൽ ഞാൻ ജീവിക്കും, സന്തോഷത്തോടെ ഞാൻ ജീവിക്കും. ഹോസ്പിറ്റലിൽ കയറി നടന്ന് ഞാൻ എൻ്റെ ജീവിതം അവസാനിക്കത്തില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ഇനി പോകുന്നത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. ഹാലേലൂയ. ഞാൻ ലാലു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ എടുത്തുകണെങ്കിൽ, ലാലു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനോട് പറയാം. ലാലുവിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഭവനത്തെ അനുഗ്രഹിക്കുന്നപ്പ. വിശാലത ഉണ്ടാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ നിന്ന് ചെയ്തിരിക്കുന്നല്ലോ. ക്രിസ്തു യേശുവിൽ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ആമേൻ. നമുക്ക് ഈ നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥന സാക്ഷ്യങ്ങളുള്ളവർക്ക് പറയാം. വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ നിങ്ങൾ പറയുവാൻ ശ്രമിക്കണം. ദൈവാത്മാവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, കൂട്ടായ്മയെ ആചരിക്കുക. ഞാൻ ഇതിനകത്ത് പറഞ്ഞല്ലോ, ചിലപ്പോൾ നമ്മുടെ വാക്കോ പ്രവൃത്തികളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ശ്രദ്ധിക്കുക, ഇതൊരു ഫെലോഷിപ്പാണ്. ഇതിൻ്റെ അകത്ത് മാനുഷികമായ കുറവുകൾ വന്നേക്കാം. കർത്താവിലേക്ക് നോക്കുക. ഒരു ബ്രദറിനെ നോക്കരുത്, ഒരു സിസ്റ്ററിനെ നോക്കരുത്. നിങ്ങൾ യേശുക്രിസ്തുവിനെ കണ്ടു വന്നവരാണെങ്കിൽ കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും ബലപ്പെടുക. ഞാൻ ഇതെന്താ തുടക്കത്തിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഡിപ്പെൻഡ് ചെയ്തല്ല ഈ പ്രാർത്ഥന നിങ്ങൾ നിൽക്കേണ്ടത്, യേശുക്രിസ്തുവിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ദൈവിക ആലോചന ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. പറയുമ്പോൾ ശ്രദ്ധിക്കുക. മാക്സിമം ചുരുക്കം വാക്കുകളിൽ കാര്യങ്ങൾ പറയുവാൻ ശ്രമിക്കുക. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ബ്രദറെ, ഞാൻ റീറ്റയാണ്. പറഞ്ഞോ ബ്രദറെ. എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു സൂപ്പർ നാച്ചുറൽ പവർ തന്നെയാണ് ബൈബിൾ എന്നുള്ളത് ശരിക്കും മനസ്സിലായി. കാരണം ഇത്രയും വർഷം ജീവിച്ചിരുന്നിട്ടും നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇത്രമാത്രം എന്താ പറയാ അത്ഭുതമാണെന്നുള്ളത് ഇന്നാണ് ശരിക്കും മനസ്സിലായത്. അതിന് ഒത്തിരി താങ്ക്സ്. കാരണം അന്വേഷിച്ച് നടക്കുമായിരുന്നത് എവിടെ നിന്നാണ്. എല്ലാം ഉണ്ട്, അനുഗ്രഹം ഉണ്ടെന്ന് അറിയാം ബൈബിളില്. പക്ഷെ അത് ഒക്കെ അടുക്കി വെച്ച് നമ്മൾ അതിനെ തേങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റി ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നതിന് ഒത്തിരി നന്ദി. തീർച്ചയായിട്ടും സിസ്റ്റർ, അത് യൂസ് ചെയ്യുക. കർത്താവിന്റെ കൃപയാൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് എല്ലാം കർത്താവ് ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു പറഞ്ഞു. ഫാസ്റ്റർ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു 68 ജനിച്ച അവരുടെ കയറി ചെല്ലുമ്പോൾ വീടിന്റെ അകത്ത് ഒരു ഫ്ലവർ. ഒരു സെക്കൻഡ് എന്റെ വീട്ടില് ഒരു സെക്കൻഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആലോചന ഏറ്റെടുത്തോണം. കർത്താവ് ആ കുടുംബത്തെ ബ്ലസ് ചെയ്യാൻ വേണ്ടി പോവാണ്. വലിയ പ്രവൃത്തികളുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരാൾ പറയുമ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. എല്ലാ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാൻ പറ്റാതെ വരും. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടെങ്കിലാണ് നമുക്ക് വിശ്വാസത്തിലൊക്കെ ഒരു ബലം. ദൈവാത്മാവ് തന്നെ ചെയ്യുന്നതാണ് നമ്മളെ ബലപ്പെടുത്താൻ വേണ്ടി. വളരെ ശ്രദ്ധിക്കുക. ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾ മ്യൂട്ട് ചെയ്ത് സഹകരിക്കുക. ഞങ്ങളോട് പറഞ്ഞല്ലോ, ഇത് 100 പേരിരുന്ന് കൺട്രോൾ ചെയ്യുന്നതല്ല, ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ കേൾക്കാമോ? പറഞ്ഞു. ബ്രദറെ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. പ്രൈസ് ലോർഡ് ബ്രദറെ. ഞാൻ ന്യൂയോർക്കിൽ നിന്നാ. ഇന്നലെ ബ്രദർ പറഞ്ഞില്ലയോ, സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ഒരു പ്രാവശ്യം പറയാൻ മറന്നുപോയി. ഇഷ്ടികയുള്ള ഒരു വീടും
ഫ്രണ്ടിൽ മണ്ണ് കിടക്കുന്നതും പൊടിമണ്ണ് കിടക്കുന്നതും പിന്നെ കരിഞ്ഞ ഒരു ചെടി ഫ്രണ്ടിൽ നിൽക്കുന്നതും വീടിന് ഇൻസൈഡിലോട്ട് കയറുമ്പം ലൈറ്റ് കളർ വൈറ്റ് കളറ് ഉള്ളു. അത് എന്റെ വീടാത്. അത് ഞാൻ ഏറ്റെടുക്കുന്നു. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിന്റെ ഒന്ന് ഇട്ട് തരണേ. കാരണം പിള്ളേർക്ക് ഇവിടെ അവധിയാകുമ്പോൾ അതൊന്ന് കൊടുക്കാൻ വേണ്ടി അതെങ്ങനെയാണെന്നൊന്ന് വെച്ചാൽ എന്റെ വാട്സാപ്പിലോട്ടൊന്ന് ഇട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഏതാ സിസ്റ്ററെ? വിശ്വാസ പ്രഖ്യാപനം. ഇംഗ്ലീഷ് വിശ്വാസ പ്രഖ്യാപനങ്ങളൊക്കെ അതൊന്ന് ഇട്ട് തരണേ എനിക്ക്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങൾ ഗ്രൂപ്പിൽ കിട്ടേക്കാം. നിങ്ങൾ എത്ര പേര് ഇന്നലെ ആലോചന കേട്ടായിരുന്നു? സിസ്റ്റർ ഇന്നലെ പറഞ്ഞു. ഇന്നലെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു സിസ്റ്റർ? ഉണ്ടായിരുന്നു, ഞാൻ എന്നും കേറുന്നുണ്ട്. ഇന്നലെ അത് കേട്ടില്ലായിരുന്നു സിസ്റ്റർ? അത് ആദ്യം വീട് ഒരു വൃക്ക ഇതുള്ളത് അത് എന്റെ വീട്, ഇവിടുത്തെ വീടാ. അത് ഞാൻ 3-4 പ്രാവശ്യം രാവിലെ കേട്ടു. നാട്ടിലാണോ യു എസിലാണോ? ഇല്ല, ന്യൂയോർക്കിലെ വീടാ. ന്യൂയോർക്കിലെ വീടാ. ഒന്ന് ആലോചിച്ച കർത്താവ് എത്രത്തോളം ആ ഭവനത്തെ കാണുന്നു. മെയിൽ ബോക്സിന്റെ അവിടെ ഒരു ചെടി, മെയിൽ ബോക്സിന്റെ അവിടെ ഒരു ചെടി ചെറുത് വലുതല്ല, ചെറിയൊരു ചെടി തന്നെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും കർത്താവ് എത്രത്തോളം നമ്മളെ അത് കാണുന്നുണ്ട്. അപ്പൊ എടുത്ത് ഇന്നലെ പറഞ്ഞു, ആ വാക്കിന്റെ ഉള്ളിൽ എടുത്തു പറഞ്ഞായിരുന്നു, വലിയ ചെടിയല്ല ചെറിയ ചെടിയാണ് എടുത്തു പോകണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും കർത്താവ് അത് കാണിക്കുന്നതാണ് അത് പറയുന്നത്. ഞാൻ കണ്ടപ്പോൾ വലിയ ചെടിയായിട്ടല്ല, ചെറിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയ ചെടിയല്ല, ചെറിയ സിസ്റ്റർ ഏറ്റെടുത്തു. ആ ഭവനത്തെ കർത്താവ് കണ്ടിട്ടുണ്ട്. ദൈവം ആ ഭവനത്തെ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വലിയവ പ്രതീക്ഷിച്ചോണം. കർത്താവിന്റെ നാമത്തിൽ ആരാധനയും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചോണം. കർത്താവിന്റെ വലിയ പ്രവൃത്തി കാണാൻ വേണ്ടി പോവാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ പറഞ്ഞു ബ്രദറെ, ഞാൻ ലാലു എന്ന് പേര് പറഞ്ഞത് ഞാനായിരുന്നു. സിസ്റ്ററുടെ പേരാണോ? എന്റെ പേരാ ലാലു. ഇതിലിട്ടേക്കുന്നത് NG വർഗീനതാണല്ലോ. NG വർഗീസ്. ശരിക്കുള്ള പേര് ലാലു എന്നല്ല, ഏറ്റെടുത്ത കർത്താവ് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയ സിസ്റ്റർ പേരിട്ടേക്കുന്നത് വേറെയാണ്, പക്ഷെ കർത്താവ് എല്ലാം കാണുന്നുണ്ട്. സിസ്റ്ററെ പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇതെല്ലാം ഈ പേരുകളൊക്കെ വെളിപ്പെടുത്തുമ്പോൾ, ഡീറ്റെയിൽസ് ഒക്കെ വെളിപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവം നിങ്ങളെ ദൈവം നിങ്ങളെ ശ്രദ്ധിക്കുകയാണ്. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയാം. യേശുക്രിസ്തു വന്നിട്ട് അത്തിയുടെ ചുവട്ടി എന്നിട്ട് സക്കായിയെ എന്ന് വിളിച്ചു. സക്കായി ആ മരത്തിൽ കയറിയിരുന്നത് യേശുവിന് മറ്റാർക്കും അറിയത്തില്ല, പക്ഷെ യേശുക്രിസ്തു ആ മകനെ ലൊക്കേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ നാവെടുത്ത് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളെ കർത്താവ് വിളിക്കുകയാണ്, നിങ്ങളെ കർത്താവ് തൊടുകയാണ്. അതിൻ്റെ അർത്ഥം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം, വചനം കൂട്ടായ്മ ആചരിച്ചോണം, വർദ്ധിപ്പിച്ചോണം. അതിന് കാരണം ദൈവം എന്തോ വലിയ കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യാൻ വേണ്ടി പോവാം. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഞാൻ സുമയാണ്. ഞാൻ ആദ്യമായിട്ട് കയറുവാണ് പ്രാർത്ഥനയില്. ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പം ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ നിന്നൊരു മെസ്സേജ് കേട്ടപ്പം അതിൽ ബ്രദർ പറഞ്ഞിരുന്നു, സുമ എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം പറഞ്ഞു. അതിലിങ്ങനെയാണ് പറഞ്ഞത്, സുമ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ വിഷമിക്കുന്നു, അതിൽ ഒരു വിശാലതയും വരുത്തുന്നു എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും വിശ്വാസത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് നാച്ചുറലി വിഷമമുണ്ട്. അപ്പം ഞാനത് അന്നേരം ക്ലെയിം ചെയ്ത ദൈവത്തിന്റെ നാമത്തിൽ ഞാനത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനത് വിശ്വസിക്കുന്ന ദൈവം എനിക്കായിട്ട് ചെയ്തതാണെന്ന്, എനിക്ക് വിശാലത വരുത്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും. അപ്പൊ സിസ്റ്റർ അത് കേൾക്കുന്ന സമയത്ത് സൂമിൽ ഇല്ലായിരുന്നു, ആദ്യമായിട്ടാണ് സൂമിൽ കയറുന്നത് അല്ലേ? യൂട്യൂബിൽ വെച്ചാ കേട്ടതല്ലേ? ഞാൻ ആദ്യം കയറുക. ആമേൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, സിസ്റ്റർ യൂട്യൂബിൽ വെച്ചാണ് ഇത് കേട്ടത്. സിസ്റ്ററുടെ ആ പ്രയാസത്തിൽ ഇരിക്കുമായിരുന്നു. യാദൃശ്ചികമായിട്ടാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളിത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മതി, റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സിലോട്ട് ഇത് അയക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ ഓർത്താലും യാദൃശ്ചികമായിട്ട് യൂട്യൂബിൽ കയറുന്നു, പക്ഷെ കേട്ടത് സിസ്റ്ററോടുള്ള പേരും ആ വിഷയങ്ങളും തന്നെ ദൈവാത്മാ വെളിപ്പെടുത്തി. സിസ്റ്റർ നേരിട്ട് എന്ന് പറഞ്ഞ് സിസ്റ്റർ ഏറ്റെടുത്തു. കുടുംബമായിട്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോളം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും, കർത്താവ് യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, കുടുംബമായിട്ട് ഞങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. കർത്താവ് കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ചോ കേട്ടോ. ഗോഡ് ബ്ലസ് യു. കൂട്ടായ്മ ആചരിക്കുക. ഞാൻ എല്ലാവരോടും പറയുന്നു, കൂട്ടായ്മ ആചരിക്കുക. ഇത് നിർബന്ധമല്ല. നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ തോന്നുന്നെങ്കിൽ മാത്രം തുടരുവാൻ, പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ തുടരുവാൻ മനസ്സിലുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. കഴിഞ്ഞ ദിവസമേ പറഞ്ഞു. കഴിഞ്ഞ
ദിവസം ഒരു ടാങ്കിന്റെ കാര്യം പാസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ. ഉം, കയറി വരുന്ന റൂമിൽ ഒരു ടാങ്ക് ഇരിപ്പുണ്ട്. ഉം. അവരെ ദൈവം അനുഗ്രഹിക്കുന്ന, അവർക്ക് എന്തോ നോട്ടീസും കാര്യങ്ങളും വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് എന്റെ ആങ്ങളയ്ക്ക് വേണ്ടി ആയിരുന്നു. അവരുടെ വീട്ടിലാണ് ഈ ടാങ്ക് ഇരിക്കുന്നെന്ന് പറഞ്ഞ, പൈസ ഇടുന്ന ചെറിയ വഞ്ചിപ്പെട്ടി പോലുള്ള. ഓക്കെ ഓക്കെ, ഇന്നലെ പറഞ്ഞല്ലേ? ഇന്നലെ അവന്റെ പേര് ഫിലിപ്പ് എന്നാണ്. അവര് കുറെ കടപ്പാരത്താൽ വിഷമപ്പെട്ടിരിക്കുവാണ് പാസ്റ്ററെ. ഓക്കെ, തീർച്ചയായിട്ടും. ഇന്നലെ എത്ര പേര് ഇത് കേട്ടായിരുന്നു? ആ കാര്യങ്ങളും ആ പേരുകളും ഒക്കെ എത്ര പേര് ഇത് കേട്ടായിരുന്നു? അങ്ങയുടെ പേരും പറഞ്ഞു, ഫിലിപ്പാണ്. ആമേൻ. നിങ്ങൾ തന്നെ, അത് വലിയൊരു അത്ഭുത സാക്ഷ്യം തന്നെയാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടാങ്ക് പോലത്തെ ഞാനിത് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ടാങ്ക് പോലത്തെ ഈ നമ്മൾ പൈസ ഇടുന്ന സേവ് ചെയ്യുന്ന, അതിന് പറയുന്ന പേര് ഞാൻ മറന്നുപോയി. നമ്മൾ നേർച്ചപ്പെട്ടിയല്ല, കുടുക്ക, അത് തന്നെ, കുടുക്ക അത് തന്നെ. സോറി, ഞാൻ ഇന്ന് മറന്നുപോയി, എൻ്റെ വായിലെ പേര് മറന്നു. അപ്പൊ ആ വഞ്ചി, നിങ്ങളുടെ നാട്ടിൽ വഞ്ചി എന്നായിരിക്കും, ഞങ്ങളുടെ നാട്ടിൽ കുടുക്ക എന്നാ പറയുന്നത്. അപ്പം അത് തന്നെ, കറുത്ത കറവുള്ള വാട്ടർ ടാങ്കിന്റെ ഷേപ്പുള്ള ഒരു കുടുക്ക ഇരിപ്പുണ്ട്. ആ കുടുക്കയുള്ള വീടിന്റെ അകത്ത് ഫിലിപ്പ് എന്ന് പറയുന്ന ആളെ കർത്താവ് സ്പർശിക്കുന്നു. സിസ്റ്റർ ആദ്യമായിട്ടാണ് പ്രാർത്ഥന കയറുന്നത്? ഇപ്പൊ പറഞ്ഞ ആള് സിസ്റ്റർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്? പോയോ? സിസ്റ്റർ ഇല്ല 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 പാസ്റ്ററെ, ഇതിന്റെ അകത്തുള്ള ആളാണോ? പാസ്റ്ററെ. സഹോദരന്റെ പേരുണ്ടോ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, സഹോദരന്റെ പേര് പറഞ്ഞിട്ടില്ല പാസ്റ്റർ. സഹോദരന്റെ പേര് ഫിലിപ്പ്, അടയാളവും പറഞ്ഞായിരുന്നു. അടയാളം പറ. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചോണം, കർത്താവ് അത് വെളിപ്പെടുത്തി. ആ പെട്ടി, ആ ഒരു വീണ്ടും മറന്നില്ല, കുടുക്ക ഇരിക്കുന്ന ഒരു വീട്, ആ കുടുക്ക വെച്ചിരിക്കുന്ന ആ കുടുക്കയുടെ ഷേപ്പും കർത്താവ് വെളിപ്പെടുത്തി. അതിന്റെ കളർ, അത് വഞ്ചി, ഞാൻ വഞ്ചി എന്ന് പറഞ്ഞോളാം. ഓക്കെ, വഞ്ചി എന്ന് ഞാൻ പറഞ്ഞോളാം. അപ്പോൾ വഞ്ചി ഇരിപ്പുണ്ട്, അത് ബ്ലാക്ക് കളറാണ് അതിരിക്കുന്നത്. അതിൻ്റെ അത് ഫിലിപ്പ് എന്ന് പറയുന്ന ആളെ എടുത്തു കർത്താവ് ദൈവാത്മ വെളിപ്പെടുത്തി. ആ കുടുക്ക വെച്ചിരിക്കുന്ന ഭവനത്തിൽ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യലി ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. ആ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നു, ദൈവാത്മ വെളിപ്പെടുത്തി. ഞാൻ ഇതെല്ലാം ശ്രദ്ധിച്ചോണം. നമ്മുടെ ഇടയിൽ കർത്താവ്, ഇപ്പോൾ ഒരാൾ, നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ എടുത്തു പറയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ, എല്ലാവരുടെയും ദൈവാത്മ എന്തുകൊണ്ടാണ് ലൊക്കേറ്റ് ചെയ്യാത്ത, അവരെ കാണാത്തത്? അവരെ സ്പെഷ്യലായിട്ട് കാണുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും കൂടെ വേണ്ടിയാ. ഈ ദിവസങ്ങളിൽ നിങ്ങളും പ്രാർത്ഥിച്ചോണം. നിങ്ങൾ ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും, ഞാൻ ആദ്യ സമയങ്ങളിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ബലപ്പെടുത്തിയത് പ്രവചനങ്ങളെക്കാൾ ഉപരി ദൈവത്തിന്റെ വചനമാണ്. പ്രവചനം കുറഞ്ഞതല്ല, പ്രവചനം വേണം, അത്ഭുതം വേണം, ദൈവപ്രവൃത്തി എല്ലാം വേണം. പക്ഷെ ഇതൊക്കെയും ഇതിനേക്കാൾ ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് വചനത്തിലേക്കാണ്. വചനത്തിൽ നമുക്ക് ഉറയ്ക്കാൻ പറ്റിയ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവരോട് പറയണം, കർത്താവ് കുടുംബത്തെ തൊടാൻ ധൈര്യത്തോടെ പറഞ്ഞോണം. നമ്മൾ ഈ പറഞ്ഞ വാക്കിനെ ദൈവോടെ ഉറപ്പിക്കുവാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഒരു മിനിറ്റ്, മ്യൂട്ടായി പോയായിരുന്നു എല്ലാവരും. മറ്റാരെങ്കിലും ഉണ്ടോ? ഫ്ലവർ വേസിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് കാരണം ഞങ്ങൾ ഈ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ്. അപ്പം 2015 ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റാൾക്കാർ മ്യൂട്ട് ചെയ്യുക. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞോട്ടെ. ബ്രദർ, ഇതാണെങ്കിൽ ഞാൻ ഒരു മോഹന്റെ ജോലി കാര്യത്തിന് വേണ്ടി ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞല്ലോ. 2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അത് 2ഉം പാസ്സായി. ഇന്ന് റിപ്ലൈ കിട്ടിയിട്ടു. പിന്നെ സെപ്റ്റംബർ 30 ജോയിൻ ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങളിവിടെ സ്റ്റഡി വിസയില്ല, വിത്ത് വിസ തരാമെന്നുള്ള രീതിയിൽ അവർ എഗ്രി ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ദൈവത്തിനും നന്ദി, ബ്രദറിനും നന്ദി. കണ്ടിന്യൂ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു സെപ്റ്റംബർ 30 ആ ജോലിക്ക് ജോയിൻ ഹസ്ബൻഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഏത് രാജ്യത്തെ സിസ്റ്ററെ? ഞങ്ങളിവിടെ UK പെർലി എന്ന് പറയുന്നിടത്ത്. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു. ജോലി കിട്ടിയിരിക്കുന്ന മിൽട്ടൺ കേസിലാണ്. ഓക്കെ സിസ്റ്റർ, എന്തായാലും പ്രാർത്ഥിച്ചോളാം. കർത്താവ് എന്ന് വലിയ ഭാരപ്പെട്ട് സിസ്റ്റർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു. അവർക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ദൈവം ഒരു ജോലി കൊടുക്കാനിടയിൽ തീർന്നു. അത് സെപ്റ്റംബറിൽ തന്നെ കൺഫേം കർത്താവ് ഇത് ലഭിച്ചതിന് നന്ദി. ഒരാൾക്ക് പോലും ഇനി അതിനിടയ്ക്ക് കയറാതെ വണ്ണം, ഒരു ബ്ലോക്ക് പോലും വരാതെ വണ്ണം ഞങ്ങൾ അതിനെ റിലീസ് ചെയ്യുന്നു. അതിനെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു പറഞ്ഞു ഒരു മിനിറ്റ് പറഞ്ഞു. പറഞ്ഞു. ഞാൻ തന്നെ ആ സാക്ഷ്യം പറയണം. അപ്പൊ മാലിക്ക് പോയി കഴിഞ്ഞപ്പോ പോകാനായിട്ട് ഒരു 25,000 രൂപ, ഒരു 22,000 രൂപ കൂടി വേണമായിരുന്നു. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞങ്ങൾ അക്കൗണ്ട് നോക്കുമ്പോ ആ അക്കൗണ്ടില് ഒരു 25,000 രൂപ കൂടി വന്നേക്കണം. അതായത് അത് ഞാൻ ഈ കൂട്ടായ്മ വന്ന ശേഷമാണ് ഈ മിറക്കിൾ മണീനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അത് കർത്താവ് തന്നതായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം വെച്ചാല് ആ പൈസ കൃത്യമായിട്ട് കർത്താവ് അറിഞ്ഞ് ഒരു 22,000 രൂപ വേണമെന്നും ഇവിടേക്ക് പോകണമെന്നുള്ള ആവശ്യമായിട്ട്. അപ്പൊ 1,22,000 രൂപ വേണം എമർജൻസി ആയിട്ട്. അപ്പൊ ബാക്കി പേയ്മെന്റ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 22,000 രൂപ കുറവുള്ളത് ആ കർത്താവ് അവിടെ നിന്ന് തന്നെ ആ അക്കൗണ്ടിൽ ആ പൈസ വരാനിടയാക്കി. ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആ പൈസ, അത് മിറക്കിളായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെ പറഞ്ഞാൽ അത് പെട്ടെന്ന് അത് മനസ്സിലാവില്ല. അതേപോലെയാണ് ആ പൈസ വന്നത്. കാരണം ഞങ്ങൾക്ക് ഒരു അത്ഭുതമായിരുന്നു. കാരണം അത് പറയാൻ വൈകിയതിന് ക്ഷമിക്കണം. കാരണം വെച്ചാല് അത് പോകാനുള്ള ഒരു തിരക്കാരനാണ്, അവൾക്ക് പറയാൻ പറ്റിയില്ല. എങ്കിലും അതൊരു അത്ഭുതമായിരുന്നു. തീർച്ചയായിട്ടും ബ്രദറെ, ഈ ദിവസങ്ങളില് ആമേൻ, തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും കേട്ടോണ ഒരു സാക്ഷ്യം, നിങ്ങളുടെ അക്കൗണ്ടുകളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞു, നമുക്കൊരു നാച്ചുറലായിട്ട് ഒരു വിശ്വാസം ചിന്തിക്കരുത്. ബ്രദറെ, ഞാൻ പണിക്ക് പോകുന്നുണ്ട്, എനിക്ക് ഇത്രേ ശമ്പളമുള്ളൂ. നിങ്ങൾ അവകാശികളാണ്. ദൈവം ഒരിക്കലും നിങ്ങൾക്ക് കൂലിക്കാർക്ക് കൊടുക്കുന്ന പോലെ തരുന്നയാളല്ല. ധനവും മാനവും പുരാതന സമ്പത്തും ദൈവത്തിനുണ്ട്. ഈ ദൈവം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മിറക്കിൾ മണി എന്നുള്ളത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രകടിച്ചോണം. കർത്താവ് നമുക്ക് വേണ്ടി, പത്രോസ്ലീഹായ്ക്ക് വേണ്ടി മീൻ്റെ അകത്ത് നന്മയെ ദൈവത്തിന്, നാണയത്തെ ദൈവത്തിന് മറച്ചു വെക്കാമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അക്കൗണ്ടിലേക്ക് അത് വരാൻ പറ്റും. നമ്മൾ വായ്പ വാങ്ങത്തില്ലെന്ന് പറയുമ്പോൾ വാരി വിതറി കൊടുക്കുമെന്ന് പറയുമ്പോൾ ദൈവം അത് ചെയ്യും. നമ്മളത് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ദൈവം നിറയ്ക്കും. പേഴ്സുകളെ നോക്കി നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഇത് വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, നമുക്ക് അവരുടെ പുറകെ പോകാൻ സമയമില്ല. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒറ്റ വചനമേ ഉള്ളൂ. ദൈവം ആകാശം തുറന്ന് ദൈവമക്കൾക്ക് വേണ്ടി മന്ന കൊടുത്തെങ്കിൽ, നമുക്കറിയാം ഒരു ഹോട്ടൽ പോലും ഇല്ല. ദൈവത്തിന് വേണമെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഹോട്ടൽ കുത്തി തുറന്ന് അവർക്ക് ആഹാരം കൊടുക്കാമായിരുന്നല്ലോ, അവിടെ നിന്ന് ഓർഡർ ചെയ്യാമായിരുന്നല്ലോ. തമ്പുരാൻ അതുകൊണ്ട് അതൊന്നും ചെയ്യാത്ത, വേണമെങ്കിൽ അവർക്ക് ദൈവം ഗോതമ്പ് പാടക്കത്ത് കൊണ്ടുപോയിട്ട് അത് മൊത്തം കൊയ്തെടുത്ത് അത് പൊടിച്ച് ഉണക്കി കലക്കി മാവ് കുഴച്ച് അപ്പം ഉണ്ടാക്കുന്നത് പകരം സ്വർഗത്തിലെ ദൈവം റെഡിമെയ്ഡ് ആയിട്ട് അവർക്ക് വേണ്ടി ആഹാരം ഇറക്കി കൊടുത്തു. 5 അപ്പം കൊണ്ട് ദൈവം 5,000 പേർക്ക് പോഷിപ്പിച്ചു. ഏത് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നു? ഇതൊക്കെ മിറക്കിൾസ് ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങളെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി ദൈവത്തിന് മിറക്കിൾ മണി ചെയ്യാൻ പറ്റും. എപ്പോഴും പ്രാർത്ഥിച്ച കർത്താവ്, ഞാൻ മിറക്കിൾ മണി കാണും, മിറക്കിൾ മണി കാണുമെന്ന് പറഞ്ഞോണം. ഞാൻ ഇതെല്ലാം അവകാശി, അതാണ് ഏറ്റവും വലുത്. ഇതൊന്നും എനിക്ക് അർഹിക്കാത്ത നന്മയല്ല. യേശുക്രിസ്തു മുഖാന്തരം സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കളാക്കി എന്നെ തീർത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ അവകാശിയാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്രദറെ. ഗോഡ് ബ്ലസ് യു. ഇനിയും അനേകർക്ക് വേണ്ടി കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? പറഞ്ഞു 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 സിസ്റ്ററെ, പറഞ്ഞു. എന്റെ പേര് ലീന എന്നാണ്, ലീന പീറ്റർ. ഞാൻ 26-ാം തീയതി മുതൽ തുടർച്ചയായിട്ട് കാണുന്നുണ്ട്. എങ്ങനെയോ എന്റെ ഫോണിന്റെ യൂട്യൂബിനകത്താണ് ഞാൻ ഈ പ്രെയർ കാണാൻ തുടങ്ങിയത്. പക്ഷെ അത് അന്ന് മുതൽ എനിക്ക് എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. കർത്താവിന്റെ വചനം കൂടുതൽ പഠിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെയും ബ്രദറിന്റെ വചനം, ബ്രദർ അയക്കുന്ന ഓരോ വചനങ്ങളും എന്റെ വളരെ അനുഗ്രഹത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കുഞ്ഞിന് ഇന്ന് വയറ്റിൽ നിന്ന് ലൂസ് മോഷൻ ആയിരുന്നു, വളരെയേറെ ബാധിച്ചിട്ട്. അപ്പം ഞാൻ ഇന്ന് യെശയ്യാ 53:4 അത് വായിച്ചു. അത് കർത്താവിന്റെ നാമത്തിൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ അതിന് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയം പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ സമയം വരെ എന്റെ കുഞ്ഞിന് ലൂസ് മോഷൻ ഉണ്ടായില്ല. ബ്രദറെ, കർത്താവ് അവിടുന്ന് പോകുന്ന അത്ഭുത സൗഖ്യം എന്റെ കുഞ്ഞിന് കൊടുത്തു. ഇനി ഒരിക്കലും ആ രോഗം എന്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടാകരുതെന്ന് ബ്രദറിന്റെ പ്രാർത്ഥന ഇങ്ങോട്ട് വന്നു.
സിസ്റ്റർ വചനം പറഞ്ഞ് കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു. ആ ബുദ്ധിമുട്ട് കുഞ്ഞിൻ്റെ മേൽ നിന്നുപോയി. ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാനായത് ഈ നിമിഷം വരെ കർത്താവിൻ്റെ വലിയൊരു അത്ഭുതം കണ്ടു. നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ ഈ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, കർത്താവ് നമ്മളെ വളർത്തുന്നത് നിങ്ങൾ തന്നെത്താൻ പ്രാർത്ഥിക്കുവാനും നിങ്ങളിലൂടെ ദൈവപ്രവൃത്തികൾ കാണാനും കർത്താവ് നിങ്ങളെ ഇടപെടുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഞാനിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആൾക്കാർക്ക് വേണ്ടി. അവസാനം ഞാനും മടുക്കും, കാത്തിരിക്കുന്നവരും മടുക്കും, ചിലർ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും. കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായ, കർത്താവേ, ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും കൊടുക്കുവാൻ ദൈവം തയ്യാറാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത്ഭുതം നടക്കും എന്ന് കേട്ട സാക്ഷ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കർത്താവിൻ്റെ തിരിച്ചറിവിൽ എന്ന് പറഞ്ഞ പോലെ വചനം പറഞ്ഞ് മോൻ്റെ പേര് പറഞ്ഞ് അതെങ്ങനെയാണ് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നുള്ള അറിവുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. കൈവച്ചപ്പോൾ വിടുതലുണ്ടായി, സൗഖ്യമുണ്ടായി. ഈ ദിവസങ്ങളിൽ കർത്താവ് ഇനി അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. കർത്താവ് മോനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വേണ്ടി ഇനി പ്രാർത്ഥിച്ചോണം, മടിച്ചു നിൽക്കരുത്, കൈവച്ച് പ്രാർത്ഥിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ നിങ്ങളിലൂടെ കർത്താവ് ചെയ്യും. എൻ്റെ സ്വന്തം കയ്യെ നോക്കിയിട്ട് വേണം ഇത്. ഒരു നിമിഷം ഒന്ന് പ്രഖ്യാപിച്ച് സ്വന്തം കൈയെടുത്തിട്ട് ആ കയ്യിലോട്ട് നോക്കിയിട്ട് പറ, ഈ കരം യേശുവിൻ്റെ സുവിശേഷം പറയുകയും എൻ്റെ നാവ് യേശുവിൻ്റെ സുവിശേഷം പറയുകയും എൻ്റെ ഈ കരങ്ങൾ രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും എൻ്റെ ദൈവം ഉപയോഗിക്കുവാൻ തെരഞ്ഞെടുത്ത കരങ്ങളാണ്, നാവാണ്, ശരീരമാണ് എൻ്റെതെന്ന് സ്വന്തമായിട്ടൊന്ന് പറഞ്ഞ് ഇതൊന്ന് ക്ലെയിം ചെയ്തെടുത്തേ. എന്നിട്ട് നാളെ മുതൽ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ഈ അഭിഷേകം നിങ്ങളുടെ മേൽ ചലിക്കുവാൻ ആരംഭിക്കാൻ വേണ്ടി പോവാ. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു. എനിക്കൊരു വലിയൊരു അത്ഭുത സാക്ഷിയാണ് എനിക്കുണ്ടായത്. ഇന്ന് എന്റെ ഭർത്താവ് തോക്കടിച്ച് തെറിച്ചു വീണു. 56 വയസ്സായി മൂപ്പർക്ക്. അത് ഭൂമി നിരപ്പിലല്ല ബ്രദറെ, നമ്മുടെ അടുപ്പിന്റെ വീതനാന്ന് പറയില്ല, അടുപ്പൊക്കെ വെക്കണ അതിന്റെ മേലെയായിരുന്നു കയറിയുന്നു. അവിടെ നിന്ന് തെറിച്ചു വീണു. വീണതും കണ്ട ഉടനെ ഞാൻ ഒരു സെക്കൻഡ് സിസ്റ്റർ, കേൾക്കാൻ പറ്റും സിസ്റ്റർ. ഓളിയം കുറവാണെങ്കിൽ ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്താൽ മതി, ഓളിയം കറക്റ്റ് ആവും. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ കൈ വെച്ച് പ്രാർത്ഥിച്ചു ബ്രദർ. പരിപൂർണ സൗഖ്യം ഉണ്ടായിരിക്കുന്നത്, ഒരു വേദന പോലും ഇല്ല, പരിപൂർണ സൗഖ്യം. ഞാൻ ബ്രദറിന്റെ വചനങ്ങളൊക്കെ എഴുതി വെച്ച് നോട്ട്സ് എഴുതി ദിവസം പ്രാർത്ഥിക്കുന്ന ആളാണ്, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളാണ്. അതിലൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്ന ബ്രദറാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ വചനത്തില് വേരൂന്നണം എന്നുള്ളതൊക്കെ അത് ഞാൻ ബലപ്പെട്ടതും ബ്രദർ കാരണമാണ്. ആ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, പരിപൂർണ സൗഖ്യമാണ് ബ്രദറെ, ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷ്യം തന്നെയായിരുന്നു. കാര്യം സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് പാനിക് ആകേണ്ടത് അല്ലേ. ഒരു സ്വന്തം ഭർത്താവ് കർണടിച്ച് നിലത്തോട്ട് വീഴുന്ന സമയത്ത് നമ്മൾ പാനിക്കാവും. പക്ഷേ ആ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വചനം കേട്ടതുകൊണ്ടും വചനം പഠിച്ചതുകൊണ്ടും അത് ആഴത്തിൽ പറഞ്ഞതുകൊണ്ടും ആ സമയത്ത് ലോകപ്രകാരമാണെങ്കിൽ നമ്മൾ കോരിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകും, നിലവിളിക്കും, കാറിക്കൂകി നാട്ടുകാരെ മൊത്തം വിളിക്കും, മരണവെപ്രാളം നമുക്കുണ്ട്. പക്ഷേ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, സിസ്റ്റർ പഠിച്ചതും കേട്ടതും മനസ്സിലാക്കിയതുമായ വചനം ഒരു ധൈര്യം കൊടുത്തു, കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു. അവിടെ ഉണ്ടായിരുന്ന വേദന പോലും ഇപ്പോൾ ഇവിടെ ഇല്ല. പൂർണ്ണ സൗഖ്യം ദൈവം കൊടുത്തു. ഇതാണ് കർത്താവിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തിയുടെയും പ്രത്യേകത. നിങ്ങൾക്ക് ധൈര്യം തരും, ബലം തരും. ഒരു പ്രശ്നം വരുമ്പോൾ പതറിപ്പോകാതെ കർത്താവിൻ്റെ സാക്ഷിയാക്കി നിങ്ങളെ ഇപ്പോൾ പറയുന്നത് പോലെ ഇടയാക്കി തീർക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിൽ ഇനിയും വളരട്ടെ. ഇനിയും കർത്താവിൻ്റെ നാമത്തിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശക്തിയെ പകരുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ഒരു സാക്ഷിയുണ്ട്. പറഞ്ഞു. എന്റെ വീടിന്റെ തൊട്ട് കിഴക്കേ വീട്ടിലെ ചേച്ചിക്ക് ആള് തെന്നി വീണിട്ട് കൈയിന്റെ ഈ എളിഭാഗം സ്റ്റെപ്പിൽ അടിച്ചു വീണു. കൈയിന്റെ ഈ റിസ്റ്റും ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ പോയി അത് കെട്ടിയൊക്കെ വെച്ചു. ഒരു ദിവസം കഴിഞ്ഞിട്ടും കുറഞ്ഞില്ല. രണ്ടാമത്തെ ദിവസവും ആള് പറഞ്ഞു ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. പക്ഷെ കർത്താവിന്റെ വചനം, കർത്താവിനെ പറ്റി പറഞ്ഞാൽ ഒന്നും അവർക്കൊരു വിശ്വാസവും ഇല്ല. അവർക്ക് അവരുടെ ദൈവങ്ങളെ വിട്ട് കർത്താവിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷമമുള്ള കാര്യമായിരുന്നു. പക്ഷെ ഞാൻ എന്നാലും ആ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞ് ആ കൈയിന്റെ
എനിക്ക് മുകൾ ഭാഗത്ത് കൈവച്ച് ഞാൻ യേശുവിന്റെ തിരു രക്തം കൊണ്ട് ഈ ചേച്ചിക്ക് ഇവിടെ സൗഖ്യം വരുത്തണേന്ന് പ്രാർത്ഥിച്ച് നന്നായി പ്രാർത്ഥിച്ച് ഞാൻ അങ്ങോട്ട് പോന്നു. അന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റ് വേണ്ടി ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, അതിന്റെ എനിക്ക് കൈക്ക് നല്ല വേദനയ്ക്ക് കുറവുണ്ടെന്ന്. ആമേൻ. തീർച്ചയായിട്ടും നാമത്തിൽ അത് സംഭവിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആ ചേച്ചിക്ക് ഇനി കർത്താവിന് കൂടുതൽ വിശ്വാസങ്ങൾ കൊടുക്കാനായിട്ടും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ബ്രദറെ. തീർച്ചയായിട്ടും സിസ്റ്റർ, വലിയ കാര്യമാണത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ ഓരോ രോഗികളെയും കണ്ട് പ്രാർത്ഥിക്കണം. അവർ എതിർത്താലും കുഴപ്പമില്ല, ഞാൻ ഒരു വാക്കൊന്ന് അവരെ ബലം പിടിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പോയി ചോദിച്ചു, ഒരു വാക്ക് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അവർ പ്രാർത്ഥിക്കാൻ സമ്മതിച്ചു, പ്രാർത്ഥിച്ചു, വിളിച്ചു, അവർ തന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് ആശ്വാസമുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് വന്നാണ്, വീഴ്ചയുണ്ട്, എനിക്ക് ആശ്വാസമുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് അത് പൂർണ്ണ സൗഖ്യം തന്നെ ഇന്ന് ഈ രാത്രി തന്നെ കർത്താവ് തീർക്കും. സിസ്റ്റർ നാളെ അവർ വിളിച്ചു പറയും യേശു എനിക്ക് വേണ്ടി പൂർണ്ണ സൗഖ്യം എന്ന് കേൾക്കും. ഇനിയും അതുപോലെ പ്രാർത്ഥിച്ചോണം, ധൈര്യത്തോടെ പോയി പ്രാർത്ഥിച്ചോണം. ആ പ്രാർത്ഥിക്കാൻ ഒരു ബലവും ധൈര്യവും പരിശുദ്ധാത്മാവ് തന്നതാണ്, അത് പിന്നെയും ഉപയോഗിച്ചോണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എന്തോ ഹലോ ബ്രദർ, പറഞ്ഞു ഒരു സാക്ഷ്യം പറയാണ്ട്. എന്റെ കഴിഞ്ഞ ദിവസം എന്റെ ഭർത്താവിന് ഭയങ്കര ചുമയും ശ്വാസം മുട്ടലുമായിരുന്നു. രാത്രി ഉറങ്ങാനേ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഉറങ്ങാൻ നല്ല സുഖം കിട്ടി. രാത്രി ഉറങ്ങുകയും ചെയ്തു, പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. ആമേൻ. ഹലോ ബ്രദറെ, ഹലോ ഹലോ ബ്രദറെ, കേൾക്കാമോ? ദയവ് ചെയ്തൊന്ന് വെയിറ്റ് ചെയ്യ എല്ലാവരും. ബ്രദറിന്റെ നെറ്റ്വർക്കിന് എന്ത് പ്രശ്നമാണ്, അതുകൊണ്ട് നമ്മൾ ആരും തന്നെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കരുത്. ഒരു സെക്കൻഡ് നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്ത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ മ്യൂട്ട് ഒരാൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളും പറയാൻ നിൽക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ അപ്പം തന്നെ ഒന്ന് മ്യൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് അവസരമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ കൂട്ടായ്മയിൽ നിങ്ങൾ സഹകരിക്കുക. നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥന മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് കൂട്ടായ്മ ആചരിക്കുന്നത്. വളരെ നിങ്ങൾ ശ്രദ്ധിക്കുക. പറഞ്ഞോട്ടെ. ബ്രദറെ, അങ്ങനെ പൂർണ്ണ കൈവച്ച് യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ച് പൂർണ്ണ സൗഖ്യം കിട്ടി, ഉറങ്ങാനും സാധിച്ചു. പിന്നെ ഇതുവരെയും ആ ശ്വാസമുട്ടലോ ചുമയോ ഒന്നും ഉണ്ടായില്ല. ആമേൻ. ഇത് വലിയ സാക്ഷ്യമാണ് സിസ്റ്റർ. ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുന്നതുകൊണ്ട് കേൾക്കുന്നതുകൊണ്ട് വലിയ സന്തോഷം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഈ വചനത്തിന്റെ തിരിച്ചറിവ് കിട്ടിയത് കൊണ്ടല്ലേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയത്? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അയ്യോ പൊത്ത വിളിച്ച് നമ്മൾ നിലവിളിച്ചേനെ. ഒരു പ്രശ്നം വരുമ്പം നമ്മുടെ അധികാരത്തെ നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചു. ഇനി വളരണം, ഇതുകൊണ്ട് നിൽക്കരുത്. ഇതൊന്നും തുടക്കം മാത്രമാണ്. ഇനിയും നമ്മളെ വളർത്തണം. നമ്മുടെ മൈൻഡ് സെറ്റപ്പിലേക്ക് മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ എന്നിലൂടെ വെളിപ്പെടും. ഇതെല്ലാം വെളിപ്പെടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, യേശുവിനെ ഉയർത്തുക. നമ്മൾ ഒരു ബ്രദറിനെ, ഒരു സിസ്റ്ററിനെ, ഒരു മനുഷ്യനെ അല്ല, യേശു ജീവിക്കുന്നു, നമ്മളിലൂടെ കർത്താവ് ജീവിക്കുമെന്ന് മറ്റുള്ളവർ പറയുന്ന ഒരു രീതിയിലേക്ക് ദൈവാത്മാവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കണം. ദൈവം നിങ്ങളെ ഉയർത്തും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദർ, ഒരു കാര്യം പറയട്ടെ. 2 പ്രാവശ്യം മെസ്സേജ് അയച്ചായിരുന്നു, ബ്രദർ മറുപടി തന്നില്ല. എനിക്ക് മറുപടി കിട്ടിയിരുന്ന കൊള്ളായിരുന്നു. നമുക്ക് ഈ ദിവസങ്ങളിൽ സിസ്റ്ററെ വാട്സാപ്പിൽ ഞാൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുവാണ്, റിപ്ലൈകൾ തന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ വീണ്ടും എപ്പോഴും പറയുന്ന പോലെ തന്നെ മറുപടി കിട്ടും കേട്ടോ. ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഞാൻ കുറേ ആൾക്കാർ നോക്കിക്കൊണ്ടിരുന്നു. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം പ്രയർ. ഇപ്പം ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞേക്കുന്നത് ക്ലാരിറ്റിക്ക് വേണ്ടി, നമ്മുടെ പുതിയ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം നമ്മുടെ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഏകദേശം 1000-ഓളം മേളിൽ ആൾക്കാർ, ഇന്നലെ ഫേസ്ബുക്കിൽ അതേപോലെ തന്നെ 100 കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പുതിയ നമ്മുടെ യൂട്യൂബിൽ എനിക്ക് തോന്നുന്ന മറ്റേ പഴയ ചാനലിനേക്കാളും കൂടുതൽ ആൾക്കാർ അതിൽ കാണുന്നുണ്ട്. ഏകദേശം അതിന് മേളിൽ ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താ കുഴപ്പം, അത്രയും ആളുകൾ അവർ ഷെയർ ചെയ്യുന്നവരും ഇതേപോലെ പ്രയർ റിക്വസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഡിലേ വരുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥനയ്ക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സാവകാശം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഇതെല്ലാം ഒന്ന് കറക്റ്റായി വരാൻ ബ്രദറിനൊരു കോർഡിനേഷൻ കിട്ടാൻ വേണ്ടി കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ സിസ്റ്ററെ, മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം?
പ്രൈസ് ദി ലോർഡ് ബ്രദർ. പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ആ, ശരി ബ്രദർ. ഞാൻ ഒരു 3-4 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിരുന്നു. ഞാൻ അങ്ങോട്ട് മാറ്റി എന്റെ സാക്ഷ്യം പറയാനായിട്ട്, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പൊ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാൻ കഴിഞ്ഞ 3-ാം തീയതി എനിക്ക് ഒരു അനുഭവ സാക്ഷ്യമാണ് എന്റെ. കാരണം ഞാൻ എന്റെ മോൾക്ക് എക്സാം ആയിരുന്നു. 6-ാം തീയതി എക്സാം, ഇവിടുത്തെ FMG എക്സാം ആയിരുന്നു MBBSന്റെ. അപ്പൊ മോളോട് ഞാൻ ഇതിൽ കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ മോള് കയറി. സെക്കൻഡ് ഡേ എന്നോട് പറഞ്ഞു, എനിക്ക് ലിങ്ക് ഇട്ട് തരണ്ട, എനിക്ക് കയറാൻ പറ്റൂല, ഞാൻ ഇത്തിരി തിരക്കിലാണ് അമ്മയെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മറുപടി കൊടുത്തില്ല. പക്ഷെ വൈകുന്നേരം ആയപ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് ലിങ്ക് ഇട്ടതാ, ഞാൻ കയറട്ടെ എന്ന് പറഞ്ഞു. അന്ന് കയറി. അപ്പൊ മോക്ക് ലിഗമെന്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, ഭയങ്കര പെയിൻ ആയിരുന്നു കാലിന്. മോള് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം മോള് സാക്ഷ്യം പറഞ്ഞില്ലല്ലോ എന്ന് മനസ്സ് വിഷമിച്ച് ഞാൻ ഇരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ മോൾക്ക് വേണ്ടി, അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും മോൾക്ക് വിശ്വാസം ആയിട്ടില്ല. അവൾ നല്ല ദൈവഭക്തിയുള്ള ഒരു മോളാണ്. പക്ഷെ അവളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് മോൾ ഒരുപാട് വേദന അനുഭവിക്കുന്നത് കൊണ്ട് മോക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ ഇത്രയൊക്കെ ദൈവത്തെ വിളിച്ചിട്ടും ദൈവം തന്നെ ഇതാക്കാത്ത, എന്ന് വെച്ചാൽ പരിഗണിക്കാത്ത എന്താന്നൊക്കെ പറഞ്ഞ് കരയുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പോഴും മോളുടെ മനസ്സിലേക്ക് അത് കയറി വന്നിട്ടില്ലല്ലോ എന്നൊക്കെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ടൈമില് പെട്ടെന്ന് ഞാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു പ്രകാശം എന്റെ ശരീരത്തിലേക്ക് അങ്ങ് വന്നു. ഞാൻ വിചാരിച്ചു കറണ്ട് പോയതായിരിക്കും, അത് കഴിഞ്ഞ് ഇടിമിന്നൽ വന്നതാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചു, കറണ്ട് പോയോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇടക്കാലം കൊണ്ട് എനിക്ക് കർത്താവിന്റെ അരികിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി ഞാൻ. അപ്പൊ ഞാൻ ഒരുപാട് മാറിപ്പോയി. പക്ഷെ നടക്കുന്നിടത്തും ഭക്ഷണം കഴിക്കുമ്പോഴും ഇരിക്കുന്നിടത്തും ഉറങ്ങുമ്പോഴൊക്കെ ഞാൻ എന്റെ യേശുവേ നന്ദിന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. വേറെ ഒന്നിലേക്ക് ഞാൻ മാറിപ്പോവാറില്ല. പക്ഷെ എനിക്ക് കർത്താവിന്റെ പ്രയറോ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരുപക്ഷെ ഇതിലിരിക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഒരുപക്ഷെ എന്റെ സാക്ഷ്യം കേട്ടിട്ടുണ്ടാവും. എന്റെ എല്ലുകൾ പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമായിരുന്നു ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞിട്ടൊരു മാരക രോഗമായിരുന്നു. തുണി അലക്കി ഊരിപ്പിഴിഞ്ഞപ്പോ എന്റെ ഒരു വിരൽ ഒടിഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഭയങ്കര സീരിയസ് ആണ്. പക്ഷെ അതിന് മുമ്പേ ഞാൻ ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും അത് ഗവനിക്കില്ല. ഞാൻ ഹോസ്പിറ്റലിലും പോയില്ല, അതിന്റെ ചെക്കപ്പ് ഒന്നും ചെയ്തിരുന്നില്ല. അവസാനം ഞാൻ സീരിയസ് ആയി വീണ് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ അവസാന ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ദ്രവിച്ചു പോയി പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഹോസ്പിറ്റലൈസ് ആയി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. എന്നിട്ടൊന്നും എനിക്കൊരു മാറ്റം വന്നില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, ആളെ വീട്ടിലേക്ക് കൊണ്ടുപോക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ എല്ലാവരും എന്നെ വെറുത്ത പോലെ എനിക്ക് അനുഭവപ്പെടാം. മോള് പഠിക്കാൻ പോയിട്ടേ ഉള്ളൂ, യൂറോപ്പിലാണ് മോള് പഠിച്ചത്. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലോർത്തു, ഞാൻ കാരണം മറ്റുള്ളവരുടെ ജീവിതവും കൂടി ഇല്ലാതെയാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഇരിക്കുന്ന ടൈമിൽ ആത്മഹത്യ ചെയ്യാൻ പോവാ ഞാൻ. ആ സമയത്ത് എനിക്കൊരു വിളി കിട്ടി. എന്നോടൊരു പുരുഷ ശബ്ദമാണ്, ഞാൻ വീട് മുഴങ്ങുന്ന പോലെ എനിക്ക് തോന്നിയത്. നീ TV വെക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ TV വെക്കാൻ ആരാവോ പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരുന്നു കുറച്ചു നേരം. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയ എന്റെ വെയിൻ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നേ. അപ്പൊ വീണ്ടും പറഞ്ഞു നീ TV വെക്കുന്നു പറഞ്ഞു. ഞാൻ എന്താന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ അവിടെ നിന്ന് അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് ഞാൻ പോയി TV വെച്ചു. TV വെച്ചപ്പോ TVയില് ഫസ്റ്റ് എനിക്ക് അറിയില്ല ഈ പ്രയർ ഒന്നും നടക്കുന്നതൊന്നും എനിക്കറിയില്ല. ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ ഞാനിങ്ങനെ TV വെച്ചപ്പോ കണ്ടത് അതില് ഒരു സിസ്റ്റർ തുള്ളിച്ചാടി, കരഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി. ആ സിസ്റ്ററുടെ കയ്യിൽ പേപ്പറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ആ ബ്രദർ പറയുന്നുണ്ട് ഒരു അത്ഭുത സാക്ഷിയാണോ കിട്ടിയേക്കുന്നതെന്നൊക്കെ പറയാം. അപ്പൊ ഞാനത് എന്താണെന്ന് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ കർത്താവ് കൊടുത്ത വലിയൊരു അത്ഭുത സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ക്യാൻസർ മാറി, എനിക്കിപ്പോ ക്യാൻസർ ഇല്ല, ഞാൻ ചെക്കപ്പ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടും കൊണ്ടാണ് വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞു കരഞ്ഞു നിൽക്കുക. അപ്പൊ എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും പറ്റില്ല. ഞാനിങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ താങ്ങു കൊടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുക. അങ്ങനെ കുറച്ചു നേരം ഞാൻ അങ്ങനെ തന്നെ നിന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബ്രദർ പറഞ്ഞു നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈ വെക്കാൻ പറഞ്ഞു. ഞാൻ എവിടെയാ വെക്കേണ്ടതെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ എന്റെ തലയിൽ തന്നെ കൈവച്ചു. അപ്പൊ എന്റെ മുട്ടുകാലം, ഒരു കാല് തളർന്നു, ഒരു കൈ തളർന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ്. ഒരു മോണേമട്ടയിൽ ദ്രവിച്ചു പൊടിഞ്ഞു പോയി.
ഒരു പല്ലിങ്ങ് പോന്നു. അങ്ങനെ പറഞ്ഞു സിസ്റ്ററെ. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ സിസ്റ്റർ കട്ടായിപ്പോയെന്ന് തോന്നുന്നു. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അത് കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയും ഭീകരമായ ഒരു രോഗാവസ്ഥ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. അങ്ങനെ തന്നെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സ്വന്തം വിരൽ ഒടിഞ്ഞു. പറഞ്ഞു കട്ടായി പോയ സിസ്റ്ററെ. മ്യൂട്ടായി പോയതാണ്, അറിയാതെ മ്യൂട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ഞാൻ ഇവരെ എല്ലാം മ്യൂട്ടാക്കിയപ്പോൾ ആ കൂട്ടത്തിൽ മ്യൂട്ടായെന്ന് തോന്നുന്നു. നിങ്ങൾ ഒരേ സമയം മ്യൂട്ട് ഓൺ ആക്കരുത്. പറഞ്ഞു സിസ്റ്ററെ. അപ്പൊ ഞാനങ്ങനെ ഈ പ്രയർ കണ്ടു. അപ്പൊ ഞാൻ എനിക്ക് ആരുമില്ല, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ കർത്താവ് എനിക്ക് അതിനുള്ള ശക്തി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു അത്ഭുതമാണ് നടന്നത് അവിടെ. ആ കുറച്ച് കഴിഞ്ഞാൽ മുട്ട് കാലിന് ഒരു കരട് പിടിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ അന്ന് അരി വെച്ചു. ഞാൻ പോലും ഒന്നും അറിയണില്ല ഈ ചെയ്യുന്നതൊന്നും. ഞാൻ ചായ എടുത്തു കുടിച്ചു, അരി വെച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോ ചോദിച്ചു ആരാ വന്നിരുന്നേന്ന് ചോദിച്ചു. അപ്പൊ അപ്പൊ എന്നോട് പറഞ്ഞപ്പോ മോണ പറയുന്നതൊക്കെ ചോദിച്ചു. എന്നെ ഇങ്ങനെ ഞാൻ ഇവിടെ ആരും വന്നില്ല. അവസാനം ഞാനിങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു ഇങ്ങനെ ഒരു അനുഭവം വന്നത്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ അവിടെ പൊക്കോട്ടെ, എന്നെ ഒന്ന് കൊണ്ടുപോവാമോ, ഈ പ്രയർ നടക്കുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അന്ന് അവിടെ നിന്ന് എന്റെ ബ്രദർ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച നിമിഷം തന്നെ എന്റെ വലത് കൈ ഉയർന്നു. അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അപ്പൊ ഒരുപാട് നീണ്ടുപോകും ഞാൻ പറയുമ്പോ. അത്രയും എന്റെ വലത് കൈ ഉയർന്നു. പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് 2 ബക്കറ്റ് തുണി ഞാൻ ആ കൈ കൊണ്ട് അലക്കി. അവിടെ ഉള്ളവരൊക്കെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുക, എവിടെ പോയിരുന്നു, എന്താ ചെയ്തേന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ കർത്താവ് അത്ഭുതം ചെയ്തു എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എന്നിലൂടെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ചെല്ലാനിടയായി. അവിടെ വെച്ചിട്ട് ഒരു അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടുകാരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ ഇരിക്കുന്ന സമയത്ത് എന്നെ ആരോ കൈ പിടിച്ച് ആ റൂമിലേക്ക് കൊണ്ടുപോയി അച്ഛന്റെ തലയിൽ കൈ വെച്ചു. അപ്പൊ മക്കളൊക്കെ അലമുറയിട്ട് കരയാ. കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച്. പക്ഷെ അപ്പോഴേക്കും സിസ്റ്റേഴ്സ് ഒക്കെ ദേഷ്യപ്പെട്ട് ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് അച്ഛൻ പെട്ടെന്ന് തല പൊക്കിക്കൊണ്ട് എന്റെ കൈ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ എന്നിങ്ങനെ പറയാ. അപ്പൊ ഞാൻ റൂമിലേക്ക് കടന്നു പോന്നു, എന്റെ റൂമിലേക്ക് പോന്നു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവരെ മക്കളൊക്കെ കൂടി എന്റെ റൂമിലേക്ക് വന്നിട്ട് ചോദിച്ചു, ചേച്ചി ആരാ, ചേച്ചി എവിടെന്നാ വരുന്നത്, എന്താണ് ചേച്ചി ആരാ ശരിക്കും എന്നൊക്കെ ചോദിക്കുക. അപ്പൊ ഞാൻ എന്താന്ന് ചോദിച്ചു. എന്റെ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചോ, കാണിക്കേണ്ടവരെ കാണിച്ചോ, ഒരു 1/2 മണിക്കൂറിനുള്ളിൽ അച്ഛൻ മരിക്കൂന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അച്ഛൻ ഈ നിമിഷം ICUവില് കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ യേശുവിന് ഞാൻ നന്ദി പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്, പക്ഷെ എന്നിലൂടെ പ്രവർത്തിച്ചത് എന്റെ കർത്താവാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ വേറെ അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട് അവിടെ. വേറൊരു കുഞ്ഞിന് ഡോക്ടർ കൈവിട്ടതാണ്, മേലിൽ നിന്ന് മൊത്തം പസ്സൊക്കെ വന്ന് കൊച്ച് മരിക്കാറായ കുട്ടിയായിരുന്നു. അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് കൊണ്ട് ആ കുഞ്ഞ് സുഖപ്പെട്ടു. അങ്ങനെയൊക്കെ ആ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ആ കുഞ്ഞിന് സുഖപ്പെട്ടു. അങ്ങനെയൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ കിട്ടിയതാ. പക്ഷെ ഞങ്ങൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് റെന്റിന് പോകേണ്ട ഒരു കണ്ടീഷൻ വന്നു. സ്വന്തം വീടൊക്കെ കിടക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒന്നും താമസിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല ഇപ്പൊ. അങ്ങനെ ഞങ്ങള് വേറൊരു റെന്റിന് താമസിച്ചൊരു വീട്ടിൽ പോയി. കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്ത് ചെയ്താ എനിക്ക് പ്രയറിലേക്ക് ആ വീട്ടിലൊക്കെ പോയിട്ട് പ്രയർ കാണാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഒരു 3 വർഷം കഴിഞ്ഞു ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ആർക്ക് വേണമെങ്കിലും ഞാൻ ഒന്ന് കൈവച്ചാൽ മതി, അപ്പൊ തന്നെ കർത്താവ് സൗഖ്യപ്പെടുത്തും. എനിക്ക് വചനങ്ങൾ പറയാനോ അല്ലെങ്കിൽ ബൈബിള് വായിക്കാൻ പോലും എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഭയങ്കര അത്ഭുത ഒരു പുനർജന്മമാണ് ഞാൻ സത്യത്തില്. പറയുന്ന
ഇത്രയുമായിട്ട് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്കെന്താ അമ്മ ഇങ്ങനെ ഒരു മാറ്റം വരാത്തെന്ന് പറഞ്ഞ മോള് ഇന്നലെ രാത്രി 1 മണി വരെ എന്നോട് വിളിച്ചിട്ട് അവള് ഇരുന്ന് കരയാ. കാരണം ഞാൻ മറ്റുള്ള പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവള് യൂറോപ്പിൽ വെച്ചിട്ട് അവര് പോയി ഭക്ഷണം കഴിക്കും, പക്ഷെ എന്റെ മോൾ അവിടെ പട്ടിണിയിലാണ്. 4 ദിവസമൊക്കെ ബ്രെഡൊക്കെ കഴിച്ച് പഠിച്ചിറങ്ങി നേടിയെടുത്തതാണ് MBBS. പക്ഷെ മോളിപ്പോ 4 വർഷമായി, അവൾക്ക് ഇതുവരെയായിട്ടും ഇന്ത്യൻ ലൈസൻസ് എടുക്കാനായിട്ട് കിട്ടിയിട്ടില്ല. അവള് 4 പ്രാവശ്യം ട്രൈ ചെയ്തു. ഓരോ കാരണങ്ങള്, ഒരു പ്രാവശ്യം എക്സാം എഴുതി അതിന്റെ റിസൾട്ട് വന്നില്ല, ഒരു പ്രാവശ്യം എക്സാം എഴുതി അത് കിട്ടിയില്ല, ഒരു പ്രാവശ്യം എക്സാമിന് എല്ലാം ഫീസൊക്കെ അടച്ചു, പക്ഷെ അഡ്മിൻ ലെറ്റർ വന്നില്ല. അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മോളിപ്പോ 4 വർഷമായി. അപ്പൊ അവള് പറയുന്ന എനിക്ക് 29ാമത്തെ വയസ്സായി, ഇതുവരെ എനിക്ക് ഒന്നും എന്ന് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, എന്നെ എന്താ കർത്താവ് കാണാത്തെന്നും പറഞ്ഞ് ഇന്നലെ 1 മണി വരെയും എന്നോട് വിളിച്ചിട്ട് കരയായിരുന്നു. ഞാനും കരയായിരുന്നു. എനിക്ക് അറിയില്ല എനിക്ക് എന്താ സംഭവിച്ചേക്കണേന്ന്. പക്ഷെ കർത്താവ് തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് കൂടെയുണ്ട്. നമ്മളെ ഞാൻ പറഞ്ഞില്ല, വൺസ് കർത്താവ് നമ്മളെ തൊട്ടതാണോ? പത്രോസ് ലീഗ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് പിന്നെയും പിന്മാറിപ്പോയി, പക്ഷെ കർത്താവ് പുറകെ ചെന്ന് കൂട്ടിക്കൊണ്ടതുപോലെ ദൈവം വൺസ് തൊട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അത് സിസ്റ്റർ പേടിക്കേണ്ട, ഭാരപ്പെടേണ്ട. ഈ ദിവസങ്ങളിൽ കർത്താവിനെ ഇങ്ങനെ പറഞ്ഞാൽ, കർത്താവ് ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവിൻ്റെ കരത്തിലേക്ക് തരുന്നു, അങ്ങയുടെ ഹിതം പോലെ എന്നെ നടത്തണേ എന്നൊന്ന് ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, എല്ലാ ഭാരങ്ങളും കുടുംബ വിഷയമായിക്കോട്ടെ, മോളുടെ ഇന്ന് കേട്ട വലിയ സാക്ഷ്യം തന്നെയാണത്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയ സാക്ഷ്യങ്ങളാണ് കേട്ടത്. ജീവിതത്തിലേക്ക് യേശു കൊണ്ടുവന്ന് പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിൽ അസ്ഥികൾ പൊടിയുന്ന അസുഖമായിരുന്നു, പക്ഷേ ദൈവം ആരോഗ്യം കൊടുത്തു. അങ്ങനെയെങ്കിൽ ആ കർത്താവിന് തീർച്ചയായിട്ടും കുടുംബത്തെ തലമുറകൾ നടത്താൻ പറ്റും. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം, മകൾ ഉൾപ്പെടെ കർത്താവിൻ്റെ സന്നിധിയിൽ മക്കൾ കൊടുത്ത സൗഖ്യം നമ്മൾ കേട്ടു. ഇനി ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി വരും. സിസ്റ്റർ ധൈര്യത്തോടെ ഇരുന്നോണം, വേറെ ഒന്നും ചിന്തിക്കേണ്ട. വീണ്ടും ദൈവം നമ്മളെ കൂട്ടിമുട്ടിച്ചു. ദൈവം വീണ്ടും നമ്മളെ കർത്താവിൽ വളർത്തുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ധൈര്യത്തോടെ ഇരുന്നോണം, പ്രാർത്ഥനയോടെ ഇരുന്നോണം. കർത്താവ് അനുഗ്രഹമാക്കി തീരും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ധൈര്യത്തോടെ ഇരുന്ന സിസ്റ്ററെ കർത്താവ് അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് ഒരു മിനിറ്റ്, ഇന്ന് നമ്മുടെ പ്രയർ ഗ്രൂപ്പിലേക്ക് മറ്റൊരു ഫോൺ നമ്പറും കൂടെ ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് വാട്സാപ്പിലേക്ക് ഒരു നമ്പർ ഞാൻ ആഡ് ചെയ്യും. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് പ്രയർ ഗ്രൂപ്പിൽ നിങ്ങളുടെ സഹോദരിമാർക്ക് നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ഇടാനും സംസാരിക്കാനും വേണ്ടി ഇന്ന് ഞാൻ ഗ്രൂപ്പിലൊരു നമ്പർ ആഡ് ചെയ്യുന്നതായിരിക്കും. സഹോദരിമാർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അത് നിങ്ങൾ കണക്ട് ചെയ്യുക. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ നമ്പർ സെൻഡ് ചെയ്യും, വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട്. അപ്പോൾ സഹോദരിമാർക്ക് നിങ്ങൾക്ക് കൗൺസിലിങ്ങിനും സംസാരിക്കാനും വേണ്ടിയൊക്കെയും നമ്പർ യൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാർക്കെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുണ്ടോ? പറഞ്ഞു. ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എന്റെ ഈ മോണമൃത്തെ ഇല്ല് ദ്രവിച്ചു പോയിന്ന് ഞാൻ പറഞ്ഞല്ലോ. മോണമൃത്തെ ഇല്ല് ദ്രവിച്ചു പോയിട്ട് ആ പല്ല് ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞു എന്നോട് വേറെ ട്രീറ്റ്മെന്റ് ചെയ്യണ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഞാൻ വരാം, പക്ഷെ എനിക്ക് വേറൊരു സ്ഥലത്ത് പോവാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഞാൻ ഈ പ്രയറിലേക്ക് പോയിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് എന്റെ പല്ല് ദ്രവിച്ചു പോയി എന്നും പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ മോണമൃത്തെ എക്സ്റേ ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞു. ത് ചെയ്യാൻ കഴിവുള്ള ഒരു വലിയൊരു ഡോക്ടർ ഉണ്ട് നമ്മുടെ ലോകത്തില്. അത് ലോകത്തെ ജയിച്ചവനാണ്, അത് എന്റെ യേശുവാണെന്ന് പറഞ്ഞപ്പോ ആ ഡോക്ടർ പോലും ആമേൻ പറഞ്ഞു. അപ്പോ ശരിയാണ് സിസ്റ്ററെ എന്ന് പറഞ്ഞു. ഇതിൽ വലിയൊരു അത്ഭുതമാണ് ഇപ്പൊ ഇവിടെ നടന്നേക്കുന്നത്. ആ മോണമൃത്തെ എല്ല് ദ്രവിച്ചു പോയിട്ട് അവിടെ എല്ല് വന്നു. അത് കഴിഞ്ഞിട്ട് ആ എല്ല് തുറന്നിട്ടാണ് എനിക്ക് അവിടെ പല്ലൊരെണ്ണം ഫിറ്റ് ചെയ്തത്. അപ്പം അത്രയും വലിയൊരു അത്ഭുത സാക്ഷിയാണ് എനിക്ക് കർത്താവ് കാണിച്ചു തന്നെ. അപ്പം കൈവിരല് നിവർന്നു, ആ ഒടിഞ്ഞു തൂങ്ങിക്കിടന്ന വിരല് എനിക്ക് നിവർന്ന് കിട്ടി. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങള്. തീർച്ചയായിട്ടും സിസ്റ്റർ, ഇത് അനേകർക്ക് യേശുവിലേക്ക് വരാനൊരു മുഖാന്തരമാണ്. അനേക തകർന്ന ഭവനങ്ങളെ ക്രിസ്തുവിലേക്ക് വരാൻ മുഖാന്തരമാണ്. സിസ്റ്റർ ധൈര്യത്തോടെ ഇനി പ്രാർത്ഥിച്ചോണം, ഒന്നും നോക്കണ്ട.
മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാം പുറകെ വരുന്നതാണ്. സിസ്റ്റർ ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. കുടുംബത്തെ കർത്താവ് കൊണ്ടുവരും. ഒരുമിച്ച് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഇടയാക്കുക. സിസ്റ്ററെ ധൈര്യത്തോടെ ഇരിക്കുക. പ്രാർത്ഥനയിലും വചനത്തിലും ശക്തിപ്പെട്ടാൽ മാത്രം മതി, ബാക്കി എല്ലാം ദൈവം ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ആ കിട്ടാനായിട്ട് ഒരു ദൈവവചനം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു സിസ്റ്ററെ പെട്ടെന്നൊരു വാക്യം, ഞാൻ ആ വാക്യത്തിന് റെഫറൻസ് വിട്ടുപോയി. സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യമാണ്, എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരുമെന്ന്. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്. ആ വാക്യം ഞാൻ തപ്പിയിട്ട് അയച്ചു തരാം, ഗ്രൂപ്പിലിട്ടേക്കാം. ഇപ്പൊ വാക്യം കാണാപ്പാട് പറയുന്നത് റെഫറൻസ് സങ്കീർത്തനിക്ക് 118 എനിക്ക് 128 സങ്കീർത്തനം 2-ാം അധ്യായം. സിസ്റ്ററെ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഞാൻ പറഞ്ഞല്ലോ സൂപ്പർ നാച്ചുറൽ ആയിട്ട് തന്നെ വിശ്വസിച്ചോണം. അത് എനിക്ക് എൻ്റെ അധ്വാനം, നമ്മൾ അധ്വാനിച്ച് മേടിച്ചതാണ്. ബൈബിൾ പറയുന്നത് എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കത്തുള്ളൂ. ഡോക്ടർ ഇട്ടിട്ടുണ്ട്. 128 സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യമാണ്, എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും. റീത സൗകര്യം ഇട്ടിട്ടുണ്ട് ആ വാക്യം, ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ എന്നുള്ള വചനമാണ്. അത് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. സിസ്റ്ററെ. അത് കിട്ടുമെന്ന് കണ്ണിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവ് കണ്ടുകൊണ്ട് പറയാം, എന്നെ തിരിച്ചു കിട്ടും പന്നെ പ്രാർത്ഥിച്ചോണം. സൂപ്പർ നാച്ചുറലായിട്ട് വെച്ചു. ലോകപ്രകാരമാണെങ്കിൽ അത് പോയി, ലോകപ്രകാരം അത് പോയി. പക്ഷെ നമുക്ക് ദൈവമുണ്ട്, വചനമുണ്ട്, കർത്താവുണ്ട്. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ, അത് തിരികെ ലഭിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ കേട്ടോ സിസ്റ്ററെ. ഞാൻ ഒരു നിമിഷം ബ്ലസ്, നമുക്ക് ഒരുമിച്ചൊന്ന് അനുഗ്രഹിക്കും. കർത്താവ് ഞങ്ങളിത് കൽപ്പിക്കുന്നു, പ്രിയമകളുടെ അധ്വാനം നഷ്ടപ്പെടത്തില്ല, അത് മടങ്ങി വരും യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നത്. ആരെടുത്തുകൊണ്ട് പോയ എവിടെ നഷ്ടപ്പെട്ടോ അവർക്ക് കർത്താവ് അത് തിരികെ കൊടുക്കുന്നത് വരെ ഒരു സ്വസ്ഥത കിട്ടാതെ വണ്ണം അത് തിരികെ തപ്പി കണ്ട് ലഭിക്കട്ടെ ഞങ്ങൾ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? 1-2 സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ നമുക്ക് ബാക്കി തുടർമാനമായിട്ട് കേൾക്കാം, സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എന്തോ പറഞ്ഞു? ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മോനെ ഇന്നലെ ടെസ്റ്റ് ഡോക്ടറെ കാണിച്ചു. ഇന്ന് ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടി. മോനെ ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. നന്ദി കർത്താവ്. വലിയൊരു അത്ഭുത സാക്ഷ്യം തന്നെയാണ്. മെഡിക്കൽ റിപ്പോർട്ടിൽ വിഷയം ഉണ്ടായിരുന്നു, പക്ഷെ പ്രാർത്ഥിച്ചതിന് ശേഷം പോയി ഡോക്ടർ സർട്ടിഫൈ ചെയ്തു, ഒരു കുഴപ്പമില്ല, പൂർണ്ണ സൗഖ്യം എന്ന് പറയാൻ ഇടയാത്തീർന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പ്രാർത്ഥനയിലും വചനത്തിലും ബലപ്പെടുക. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തുതി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു കാര്യം കൂടി പറഞ്ഞു. മോന് അങ്ങനെ എന്തോ കുട്ടികളുടെ ഇതുണ്ടല്ലോ, അഗ്രചർമ്മ അത് ഉണ്ടല്ലോ, ഈ സുന്നത്ത് പോലെ അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ. അതുകൊണ്ടാണ് കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കണം അതിനായിട്ടൊന്ന്. തീർച്ചയായിട്ടും സിസ്റ്റർ, അത് പ്രാർത്ഥിക്കാം. അത് ചെയ്യാതെ തന്നെ കർത്താവെ അങ്ങ് പ്രവർത്തിപ്പാൻ യേശു ശക്തനാണ്. പ്രാർത്ഥിച്ചാൽ മതി കർത്താവെ. അതിനായിട്ട് ആ ഡോക്ടർ തന്നെ പറയും, അത് വേണ്ട എന്ന് പറയാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. അങ്ങനെ തന്നെ ഈ ദിവസം പ്രാർത്ഥിച്ചു. കർത്താവെ അത് ഒന്നും ചെയ്യാതെ തന്നെ കർത്താവെ അത് ആ ഡോക്ടർ തന്നെ പറയും, അത് വേണ്ടെന്ന് പറയാൻ തക്കവണ്ണം ഇടയാക്കും. അങ്ങനെ തന്നെ ഞാൻ കേൾക്കും, യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് കേൾക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. കർത്താവ് അങ്ങനെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പറഞ്ഞു, ഇനി നമുക്ക് ബാക്കി നമുക്ക് മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എന്തോ ഇപ്പോഴത്തെ ഈ ഭയങ്കര എന്റെ വീടിന് ചുറ്റും ധാരാളം മരങ്ങളൊക്കെ, ഭയങ്കരമായ കാറ്റും മഴയൊക്കെ ആയിരുന്നു, അതിശക്തമായ കാറ്റും മഴയായിരുന്നു. കുറച്ച് ഡേഞ്ചർ ആയിട്ടാണ് മരങ്ങൾ നിൽക്കുന്നത്. കാരണം വലിയ പ്ലാവ്, മാവ്, ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാം ഇതുകൊണ്ട് ഇവിടെ മരങ്ങള്, മഹാഗണി എന്ന് പറയും. അപ്പം അപ്പുറത്തെ വീട്ടുകാർക്കൊക്കെ കുറച്ച് പേടിയുണ്ട്, നമുക്കും കുറച്ച് പേടിയുണ്ട്.
അപ്പൊ ഈ അതിശക്തമായ കാറ്റാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ ആഴ്ച ഒരു തവണ ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇതുവല്ല അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കും ജീവിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, നസ്രായനായ യേശുവിന്റെ നാമത്തില് ഇത് കാറ്റൊന്ന് അടങ്ങണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇത് നിന്നു, പെട്ടെന്ന് ഈ കാറ്റ് നിന്നു. അപ്പോൾ എനിക്കൊരു പൂർണ്ണമായൊരു വിശ്വാസമില്ല, ഞാൻ പറഞ്ഞിട്ട് ചിലപ്പം തന്നെ നിന്നതാവും എന്നൊക്കെ വിചാരിച്ചു. ഇന്നലെ അത് വീണ്ടും അതില് ശക്തമായ കാറ്റ് ഇന്നലെ വന്നു. എന്റെ കൂടെ മഴ ചെറുതായിട്ട് ചാർന്നു, പക്ഷെ കാറ്റ് അതിശക്തമായിരുന്നു. ശരിക്കും ഞാൻ പേടിച്ചു പോയി. അപ്പൊ ഞാൻ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് കാറ്റ് ചെറുതായിട്ടൊന്ന് അടങ്ങുന്നു. പിന്നെ അതിലും ശക്തമായിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കാറ്റിനെയും കടലിനെയും ശാസിച്ച നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ അവന്റെ അധികാരമുള്ള നാമത്തിലാണ് പറയുന്നത്, നിങ്ങൾക്ക് നിന്നേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞു. ഒരു 2-3 സെക്കൻഡ് ഉള്ളിൽ കാറ്റ് അങ്ങ് പൂർണ്ണമായിട്ട് നിൽക്കുന്ന ഞാൻ നേരിട്ട്. അതിനുശേഷം അതിശക്തമായ മഴ പെയ്തപ്പോൾ സമാധാനം. അത് ഞാൻ ഇന്ന് രാവിലെ വീണ്ടും ഇവിടെ മഴ വീണ്ടും പെയ്തു. അപ്പൊ ഞാൻ ഇന്നലെയൊക്കെ രാവിലെ ഒന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം സാധിക്കുമോ എന്നറിയാം. ഇന്ന് രാവിലെ വീണ്ടും അതുപോലെ കാറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തോട് ക്ഷമ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷെ ഈ കാറ്റ് അടിക്കരുത്. കാരണം അതുപോലെ ഡേഞ്ചറായിട്ട് എന്റെ മരങ്ങൾ ചുറ്റും നിൽക്കുന്നത്. എന്തോ അത്ഭുതം, ഇന്നും അത് അങ്ങനെ തന്നെ 3 തവണ എനിക്ക് എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് ഞാൻ അല്ല ഇന്ന് ഞാൻ പറയത്തില്ല, ഇത് 3 തവണ എനിക്ക് ഒരേ അനുഭവം വന്നിട്ടാണ് ഞാനിന്ന് ഇത് പറയുന്നത്. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യം തന്നെയാണ്. ബ്രദർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ അധികാരത്തെ ഉപയോഗിക്കണം. അത് വലിയ കാര്യം തന്നെയാണ്. യേശുക്രിസ്തു പറഞ്ഞു, കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക. ക്ഷണത്തിൽ അത് നടന്നുവെങ്കിൽ എത്ര വലിയ നമുക്ക് വിരോധമായിട്ട് ഇത് കാറ്റോ മഴയോ എന്ത് പ്രശ്നമായിക്കോട്ടെ, നമ്മളതിന് നിസ്സാരമായിട്ട് നമുക്ക് അധികാരമുണ്ട് അതിനെ നിയന്ത്രിക്കുവാൻ. അതുകൊണ്ട് പ്രിയ ബ്രദർ പറഞ്ഞ പോലെ തന്നെ അടുപ്പിച്ച് ഈ ദിവസങ്ങളിൽ ഒരേപോലെ ആ പറഞ്ഞ കാര്യത്തെ നിന്നു. അങ്ങനെയെങ്കിൽ ആ വിശ്വാസം നമ്മളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയെന്നാണ് എൻ്റെ അർത്ഥം. ഇത് ഉപയോഗിക്കുക. മഴയുടെയും കാറ്റിൻ്റെ മേൽ മാത്രമല്ല, നമ്മുടെ സകല വിഷയത്തിൻ്റെ മേൽ ഫെയ്ത്ത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഉപയോഗിക്കും തോറും അത് വർദ്ധിക്കും. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കും. ബ്രദറെ, ഇനി മുതൽ അങ്ങനെ ചെയ്തോണം. വിശ്വാസത്താൽ അധികാരത്തെ ഉപയോഗിച്ചാൽ അത് ആക്റ്റീവായി കേട്ടോ. നിങ്ങളുടെ മേലുള്ള വിശ്വാസം ആക്റ്റീവായിരിക്കുകയാണ്. അത് യൂസ് ചെയ്യുക. എല്ലാ മേഖലയിലും ഇതേപോലെ സാക്ഷ്യം കാണും. കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുക. ഗോഡ് ബ്ലസ് യു. ഇനിയും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പറഞ്ഞു. നമുക്ക് പ്രാർത്ഥന ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നാളെ നമുക്ക് തുടർമാനായിട്ട് ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കരുത്. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ടെങ്കിൽ വേഗം പറഞ്ഞു. പറഞ്ഞു. ഇപ്പൊ ആ ബ്രദർ പറഞ്ഞ പോലെ ഇവിടെ ഇന്നലെ ഭയങ്കര കാറ്റായിരുന്നു ബ്രദർ. ഞാൻ ഈ പ്രയറിൽ കയറിയിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഒരു 12-12:30 ആയപ്പോഴത്തേക്കാണ് എന്തോ ഈ ഞാൻ കിടക്കുന്ന റൂമിന് മണ്ടയിൽ റൂഫ് അടിച്ചിട്ടുണ്ട്. അന്നേരം ചറ പറ എന്തോ വീഴുന്ന ശബ്ദം കേട്ട്. അന്നേരം ഞാനങ്ങ് ചാടി എഴുന്നേറ്റ്. അന്നേരം ഈ ജനൽ തുറന്ന് ഒന്ന് നോക്കിയപ്പോഴത്തേക്കിന് ഈ പ്ലാവ് ഒരെണ്ണം ഈ വീടിന്റെ സൈഡിൽ നിൽപ്പുണ്ട്. ആ പ്ലാവ് ഈ ഷീറ്റിൽ തട്ടി പിന്നെ വീണ് കിടക്കും. പക്ഷെ രാത്രിയിലാണ്ട് നമ്മൾ ഒന്നും ശ്രദ്ധിച്ചില്ല. എന്നിട്ട് മോള് ഇറങ്ങിപ്പോയി ലൈറ്റ് അടിച്ച് നോക്കി. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല അമ്മ എന്ന് പറഞ്ഞു. അന്നേരത്തെ അപ്പുറത്തെ വീട്ടുകാരും വന്ന് എല്ലാം ചെന്ന് നോക്കിയപ്പോഴേ പ്ലാവിന്റെ ഒരു പകുതി ഭാഗം മുറിഞ്ഞ് ചില്ലെല്ലാം അവിടെ വന്ന് ഈ ഞാൻ കിടക്കുന്ന ജനലിന്റെ അവിടെ വരെ വന്ന്, പക്ഷെ തട്ടി നീക്കി പോയി. ഞാൻ പ്രയറെല്ലാം ചെയ്തിട്ടാ കിടന്നത്. അങ്ങനെ കാണാം ചെന്ന് നോക്കിയപ്പോഴാണ് കോഴിക്കൂടിന്റെ മണ്ടയില് കോഴികളുണ്ട്. കോഴിക്കൂടിന്റെ മണ്ടയിലാണ് ഈ തടി വീണത്. പക്ഷെ ആ ഷീറ്റ് ചളങ്ങി കോഴിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ പിന്നെ ആ കോഴിയെ പിടിച്ച് വേറൊരു കൂട്ടി പിടിച്ചോണ്ടിട്ട് അങ്ങനെ ഒരു അത്ഭുതം നടന്നു. കാരണം ഈ വീടിന് ചുറ്റിനും മൊത്തം മരങ്ങളാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് ശക്തമായ കാറ്റായിരുന്നു ഇന്നലെ. ദൈവത്തിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അത് വലിയ ദൈവത്തിൻ്റെ സൂക്ഷിപ്പിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നന്മയാണ്, നമ്മുടെ എല്ലാ സമ്പത്തും നമ്മുടെ നന്മയാണ്. അതിനൊക്കെ ദൈവം സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതൊന്നും ചെറുതല്ല. കർത്താവ് നമ്മളെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നുണ്ട്. നന്ദി പറയുന്നു സിസ്റ്ററെ. ഇനിയും പ്രാർത്ഥിക്കുക, ഇനിയും വിശ്വസിക്കുക. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. കർത്താവ് സൂക്ഷിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. കേൾക്കാമോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നാളെ ഒരു സാമ്പത്തികമായ ഒരു വലിയ പ്രശ്നം എനിക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു 25,000 രൂപ ഒരു ലേഡിക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ അവര് വലിയൊരു പ്രശ്നമാക്കും. അത്
ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണത്. അവർ ശാന്തമാണ്, ഡേറ്റ് പറഞ്ഞിട്ട് കൊടുക്കേണ്ടതാണ്, പക്ഷെ അവർ തീയതി പറഞ്ഞിട്ട് അവർ കുറച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു പ്രശ്നം. അവരുടെ പേര് വത്സല. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നമുക്ക് ഇന്ന് പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവേ, ഇന്ന് കേട്ടതുപോലെ നാളെ രാവിലെ നടക്കേണ്ട കാര്യമാണല്ലോ കർത്താവേ. ഈ രാത്രിയിൽ മാനുഷിക ബുദ്ധിയിൽ അസാധ്യമാണ്, പക്ഷെ ഞങ്ങൾ ഇന്ന് കേട്ടത് സൂപ്പർ നാച്ചുറൽ മിറക്കിളാണ്. മിറക്കിൾ മണി ഉണ്ടായി വരട്ടെ. നാളെ ചെല്ലുമ്പോൾ കർത്താവെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ, ഒരു വാക്ക് തർക്കം ഉണ്ടാകാതെ സമാധാനത്തോടെ പിരിയട്ടെ. നന്മ അവിടെ തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിറക്കിൾ മണിയെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തിയോടെ ഉണ്ടായി വരുന്നതിന് നന്ദി പറയുന്നു. സാക്ഷ്യമായി തീർന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും തുടർമാനമായിട്ട് പ്രാർത്ഥനകളിൽ പങ്കുചേരാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് നമുക്ക് ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗ്രൂപ്പിൽ പങ്കുചേർന്നും സൂം പ്രെയറിൽ പങ്കുചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്കിലോട്ട് നേരെ ഗ്രൂപ്പിലേക്ക് വരിക. അവിടെ നമ്മുടെ പ്രെയർ ലിങ്കുകളും ഡീറ്റെയിൽസും എല്ലാം വരുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അത്ഭുത സാക്ഷികൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം ചെയ്യുന്ന വലിയ വലിയ പ്രവൃത്തികളെ കേട്ടുകൊണ്ടിരിക്കുന്നു. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇത് ആരെ കേൾക്കും? നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് ഷെയർ ചെയ്ത് ഇന്ന് കേട്ട സാക്ഷി കണ്ടല്ലോ, ഇതെല്ലാം ഷെയർ ചെയ്ത് തകർന്നിരിക്കുന്നവരിലേക്ക് ഇത് എത്തിപ്പെടുക. യേശു ക്രിസ്തു അവരെ തൊടും. നിങ്ങളൊരു മുഖാന്തരമായി തീരും. ഇന്ന് സൂമിലൊക്കെ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ പ്രാർത്ഥനകളൊക്കെ ഷെയർ ചെയ്യുക. സ്റ്റാറ്റസുകളായി ഇടാൻ കഴിയുന്നവരൊക്കെ സ്റ്റാറ്റസുകളായിട്ട് ഇടുക. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. ലൈവിൽ കാണുന്നവർ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട്